എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠാചാര്യസഭയുടെ ആഭിമുഖ്യത്തിലുള്ള കുമാരദർശനം എന്ന സുബ്രഹ്മണ്യ ഉപാസനാ പദ്ധതിയുടെ ആമുഖ ക്ലാസ് ആണ് ഇന്ന്. നമ്മൾ സുബ്രഹ്മണ്യ ഉപാസനയ്ക്ക് തിരി തെളിക്കുന്നു. ശ്രേഷ്ഠാചാര്യസഭയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക്. ഏകദേശം 30ഓളം വർഷങ്ങളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ശ്രേഷ്ഠാചാരസഭ. ഒരു സംഘടനയോ മറ്റൊന്നുമല്ല, ഒരു കൂട്ടായ്മയാണ്. സാധന ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അവിടെ ഗുരുവും ഗുരുപത്നിയും ശിഷ്യന്മാരും മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ്, സെക്രട്ടറി ഒന്നും ഇല്ല എന്ന് വിഷയം പറയാറുണ്ട്. സാധന ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ശ്രേഷ്ഠാചാര സഭ. എന്താണ് ശ്രേഷ്ഠാചാര സഭ ചെയ്യുന്നത്? അനേക വർഷങ്ങളായിട്ട് സാധനയുടെ പന്ഥാവിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരെ കൈപിടിച്ചുയർത്തുന്നു. പണ്ട് നിലനിന്നിരുന്ന സാധനാ പദ്ധതികളും ആത്മീയമായ കാര്യങ്ങൾ വിട്ടുപോയിരുന്നു. ഒരു ഇടക്കാലത്ത് പല കാരണം കൊണ്ട് വിട്ടുപോവുകയും അതിൻ്റെ മൂല്യച്യുതി ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാവുകയും നമ്മുടെ വീടുകളിൽ പോലും ഉണ്ടാവുകയും ചെയ്തു. അതിനൊരു പരിഹാരം എന്ന നിലയിൽ ആ വിട്ടുപോയ കണ്ണി ഒന്ന് വിളക്കി ചേർക്കുന്നു. എങ്ങനെയാണ് വിളക്കി ചേർക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് സന്ധ്യാവന്ദനം, ഗണപതി ഹോമം, ഗായത്രി ഉപാസന, കുലദേവതയുടെ ഉപാസന തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള പഠിപ്പല്ല. അത് ആചരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, ആചരിക്കാൻ പരിശീലിപ്പിക്കുന്നു. അതോടൊപ്പം സാധനയിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹമുള്ളവരെ ഒരു പാലമായി നിന്നുകൊണ്ട് കൈപിടിച്ച് നേർവഴിക്ക് നയിക്കുന്നു. ഇതാണ് ശ്രേഷ്ഠാചാര സഭയുടെ ഒരു പ്രവർത്തന മണ്ഡലം. നമ്മുടെ ഗുരുനാഥനാണ് വിശ്വേട്ടൻ. നമ്മളെല്ലാം സ്നേഹത്തോടെ വിശ്വേട്ടൻ എന്ന് വിളിക്കും. ശ്രീ MT വിശ്വനാഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗുരുപത്നി വാസന്തി അമ്മയാണ്. വാസന്തി അമ്മ മാധവജിയുടെ ശിഷ്യയാണ്. ഒരു വലിയ പരമ്പരയുടെ കണ്ണിയാണ്. അതുപോലെ വിശ്വേട്ടൻ, നമ്മുടെ ഗുരുനാഥൻ, കൊട്ടിയൂർ ഉള്ള താരപ്പശൻ എന്ന കൊട്ടിയൂർ ചപ്പാരം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട താരപ്പശരുടെ ശിഷ്യനാണ്. ഒരു മഹാഭാഗ്യം തന്നെയാണ്. രണ്ട് മഹത്തായ പരമ്പരയും ഒന്ന് ചേർന്ന് നമ്മളിലേക്ക് എത്തുന്ന ഒരു അനുഗ്രഹം ആണത്. വിശ്വേട്ടനും അമ്മയും ആണ് ശ്രേഷ്ഠാചാര സഭയുടെ നെടുന്തൂണും ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ പറയാം. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലാണ് ശ്രേഷ്ഠാചാര സഭ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന നിലയിലേക്ക് ഒരു വാതായനം തുറന്നത്. കാരണം കോവിഡ് കാലത്ത് അടച്ചിടുകയും ക്ലാസ്സുകൾ നടത്താൻ പറ്റാണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ശ്രേഷ്ഠാചാര സഭയുടെ ക്ലാസ്സുകൾ തുടങ്ങി. കോവിഡിന് ശേഷവും അത് തുടരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ ശേഷം ഓൺലൈൻ ക്ലാസ്സുകളുമുണ്ട്, അതേപോലെ ഓഫ്ലൈൻ ക്ലാസ്സുകളുമുണ്ട്. ബാംഗ്ലൂർ പോലത്തെ നഗരങ്ങളിൽ ശ്രേഷ്ഠാചാര സഭ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നു. കുലദേവത ആചരണമാണ് കഴിഞ്ഞ പ്രാവശ്യം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം ഗുരുനാഥന്റെ നിർദ്ദേശപ്രകാരം സുബ്രഹ്മണ്യ ഉപാസനയുടെ കാലമാണ് ഇത്. സുബ്രഹ്മണ്യ ഉപാസനയിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരണം. ഇന്ന് വിശ്വേട്ട നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഗുരുനാഥൻ പറയും. ഒരു നിർദ്ദേശം പറയാനുള്ളത്, എല്ലാവരും ഈ ക്ലാസ് ലൈവായിട്ട് തന്നെ കേൾക്കണം. പിന്നീട് റെക്കോർഡിങ്ങിന് ചോദിക്കരുത്. കാരണം ഗുരുനാഥൻ പറയാറുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതക്രമം സാധനയെ മുൻനിർത്തി ചിട്ടപ്പെടുത്തുന്നത്. അപ്പം ഇനി അടുത്തൊരു 5-6 ആഴ്ചകളിൽ ഞായറാഴ്ചകളിലാണ്, എല്ലാ ഞായറാഴ്ചകളിലുമാണ് ക്ലാസ് ഉള്ളത്. ഈ ഞായറാഴ്ചകളിൽ വൈകുന്നേരം 7:30 മണി മുതൽ ഒരു 8:30-8:45 വരെയാണ് ക്ലാസ് ഉള്ളത്. ആ സമയം നമ്മൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സിന് വേണ്ടി മാറ്റിവെക്കണം. അതൊരു നിർദ്ദേശമാണ്. ആ സമയത്ത് പരമാവധി യാത്ര ചെയ്യാതെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ സ്വസ്ഥമായിട്ട് എവിടെയാണോ ഇരിക്കാൻ പറ്റുന്നത് അവിടെ ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കണം. അതാണ് ഒരു നിർദ്ദേശം. ഈ ക്ലാസ്സിന്റെ നോട്ടുകളും കാര്യങ്ങളും എല്ലാം
കുമാരദർശനം എന്ന മെയിൻ ഗ്രൂപ്പിലാണ് ലഭിക്കുക. ഇതിൽ ചിലരെങ്കിലും എൻട്രി ഗ്രൂപ്പിൽ നിന്ന് പ്രവേശിച്ചിട്ടുള്ളവരുണ്ടാവും. ഈ എൻട്രി ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ആരെങ്കിലുമൊക്കെ മെയിൻ ഗ്രൂപ്പിലേക്ക് ചേരാനുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതോടുകൂടി വിശ്വേട്ടനെയും അമ്മയും ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഗുരുപരമ്പരയ്ക്ക് വേണ്ടിയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിശ്വേട്ട. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഹൈന്ദവികമായ ആശയങ്ങൾ ഈ ജീവിതത്തിൽ പകർത്തുകയും മുൻപോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം സംജാതമായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇന്ന് ലോകം മുൻപോട്ട് പോകുന്ന സമയത്ത് പ്രതീക്ഷാപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഹൈന്ദവ സംസ്കാരം ജനിക്കാൻ കഴിഞ്ഞു, ഈ ഭാരതത്തിൽ ജനിക്കാൻ കഴിഞ്ഞു, ഈ കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോ ആ സമയത്ത് ഈ ആധ്യാത്മിക സാധനയുടെ പ്രത്യേകത എന്താണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ നാടിന്റെ പേര് ആർഷഭാരതം എന്നാണ്. ഋഷിമാരുടെ നാടാണ്. ലോകത്തിലെ മറ്റൊരു സംസ്കാരത്തിലും ഋഷിമാരുടെ പാരമ്പര്യം പറയാനില്ല. മഹാരാജാക്കന്മാരുടെ നാടുകൾ കീഴടക്കിയ ആളുകളെ ആ തരത്തിലുള്ള ആളുകളുടെ സംസ്കാരവും പാരമ്പര്യവുമാണ് ലോകത്തിലെ മറ്റു നാടുകൾക്ക് പറയാനുണ്ടെങ്കിൽ ഭാരതത്തിന്റെ പ്രത്യേകത ഋഷി പരമ്പരയിൽ അഭിമാനം കൊള്ളുന്ന ഒരു നാടാണ്. ഋഷിമാരുടെ പ്രത്യേകത അവരുടെ ജീവിതം മുഴുവൻ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആദർശവാക്യം അത് കേവലം ഒരു ആദർശവാക്യമല്ല, അനുഭവിച്ചുകൊണ്ടത് പറഞ്ഞാണ്. ബോധമണ്ഡലം പ്രപഞ്ചബോധത്തോടെ വികസിച്ച് ആ സമയത്ത് അവൻ ഉദിച്ചുയർന്ന ആശയമാണ്, ആദർശമാണ് ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാകട്ടെ എന്നുള്ളത്. ആ പരമ്പരയുടെ ഭാഗമാണ്, അതിന് ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് അഭിമാനിക്കാം. ഋഷിമാർ താമസിച്ച മണ്ണിൽ ജീവിക്കാൻ കഴിയുന്നു, ഋഷിമാരുടെ മണ്ണിൽ ജീവിക്കാൻ കഴിയുന്നു എന്ന മറ്റൊരു മഹാഭാഗ്യം നമുക്ക്. കാലം മുൻപോട്ട് പോയ സമയത്ത് ധാരാളം ച്യുതികൾ സംഭവിച്ചു. പക്ഷേ കലിയുഗമാണ് ഈശ്വരാരാധന ഏറ്റവും പറ്റിയ കാലഘട്ടം. ഏറ്റവും പറ്റിയ കലിയുഗമാണ്. കാരണം നാമം ജപിച്ചാൽ രക്ഷപ്പെടാം. കലിയുഗത്തിന്റെ പ്രത്യേകത മറ്റുകൾ തപസ് ചെയ്യണം, സാധന ചെയ്യണം, പൂജ ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ കലിയുഗത്തിൽ ഹരിർനാമൈവ കേവലം കലവ് നാസ്തേവ ഗതിരഹിത. കലിയുഗ നാമം ജപിച്ചാൽ രക്ഷ. അപ്പോൾ നാമജപവും മന്ത്രസാധനയും ഒന്ന് തന്നെയാണ്. മന്ത്രസാധനയിലൂടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. തപസ് ചെയ്യേണ്ട തീവ്രത സാധാരണക്കാരെ ജീവിക്കാം. ഭൗതിക സാഹചര്യത്തിൽ കൂടെ നിന്നുകൊണ്ട് തന്നെ ആധ്യാത്മിക സാധന അനുഷ്ഠിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഉൾക്കൊള്ളുകയും അതനുസരിച്ച് സാധന ചെയ്യുകയും ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ധാരാളം പ്രസ്ഥാനങ്ങൾ ഈ കാലഘട്ടത്തിൽ ആധ്യാത്മിക സാധനയ്ക്ക് മാർഗനിർദ്ദേശം നൽകാൻ ധാരാളം പ്രസ്ഥാനങ്ങൾ ഭാരതത്തിന് പുറമേ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ ഭാഗത്തും ഹൈന്ദവികമായ ആധ്യാത്മിക സ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഭാരതത്തിൽ മാത്രമൊന്നുമല്ല, ലോകം മുഴുവൻ. ഏറ്റവും കഴിഞ്ഞ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. സ്വിറ്റ്സർലൻഡിൽ ശ്രീചക്ര പ്രതിഷ്ഠ ഒരു സ്ഥലത്ത് നടക്കും. ഒരു ആശ്രമത്തിൽ ശ്രീചക്രത്തിന്റെ പ്രതിഷ്ഠ നടക്കും.
ഭാരതത്തിൽ കാഞ്ചീപുരത്ത് ആളുകൾ പോയത് അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി. അപ്പൊ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഭാരതമാണ് ഒരു മാർഗനിർദ്ദേശം നൽകുന്നത്, മുൻപോട്ട് നയിക്കേണ്ടത്. ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മുടെ ധർമ്മം എന്താണ്? അതിനനുസൃതമായ രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്തുന്നതാണ്. ശ്രേഷ്ഠാചാര സഭ യാദൃച്ഛികമായി ഒരു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് എഴുതുന്നതല്ല. കഴിഞ്ഞ 32 വർഷങ്ങളായിട്ട് സമൂഹത്തിൽ ആധ്യാത്മിക സ്ഥാനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയും സമാധാനവും തപശക്തിയിലൂടെ എന്ന ആദർശം മുൻപിൽ വെച്ചുകൊണ്ട്, ശാന്തിയും സമാധാനവും തപശക്തിയിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന ആശയം മുൻപിൽ നിർത്തിക്കൊണ്ട് എല്ലാവരും സാധന ചെയ്യണം, എല്ലാവരും സാധകന്മാരായി മാറണം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് വളരെ കോഴിക്കോട് കേന്ദ്രമായി ചെറിയൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ പ്രചരണങ്ങളില്ലാതെ, പ്രചരണ കോലാഹലങ്ങളില്ലാതെ നിശബ്ദമായ പ്രവർത്തനം, ഒരു കൂട്ടായ്മ, ആധ്യാത്മിക സാധനയിൽ താല്പര്യമുള്ള ഒരു കൂട്ടായ്മ. അത് നിരന്തരമായിട്ട് 32 വർഷമായിട്ട് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് കൊറോണ വന്നു, സൂം പ്ലാറ്റ്ഫോം മുമ്പോട്ട് വന്നു. ആ സമയത്ത് അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ആധുനിക കാലഘട്ടത്തിലെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് കഴിഞ്ഞ കൊറോണ കാലം മുതൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ഓൺലൈൻ ക്ലാസ് നടന്നു വരുന്നു. അതിനകത്ത് സന്ധ്യാവന്ദനം, ഗായത്രി ജപം, ഗണപതി ഹോമം, അതേപോലെ തന്നെ കുലദേവതാചരണം, ഇതൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇതിലെ പ്രവർത്തകർ കാണുന്ന സമയത്ത് നമുക്ക് സുബ്രഹ്മണ്യോപാസന ആവശ്യമാണ് എന്നൊരാശയം മുൻപോട്ട് വന്നത്. കാരണം കേരളത്തിലെ പണ്ടുകാലത്ത് എല്ലാ കുടുംബത്തിലും കുലദേവതാചാരം ഉണ്ടായിരുന്നു. കുലദേവതാചാരം ഇല്ലാത്ത കുടുംബങ്ങളൊന്നും, എല്ലാ കുടുംബത്തിലും കുലദേവതാചാരം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും പൂർവികന്മാർ പോയി നോക്കിയാൽ കാണാൻ കഴിയും. നമ്മള് മുൻപോട്ട് പോയാൽ കാണാൻ കഴിയും. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു കുലത്തിന്റെ ഭാഗമാണ്. ആ കുലത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ഒരു ഗുരുനാഥനും ഒരു ദേവതയുണ്ടാവും. അതിനെ കേന്ദ്രമാക്കിയിട്ടാണ് കുലങ്ങൾ വികസിച്ചത്, മുൻപോട്ട് പോയത്. ആ കുലദേവതാചരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ കുടുംബം നിലനിൽക്കുന്ന കാലത്തോളം സൽസന്താനങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവണം എന്നായിരുന്നു ആ കുലദേവതയെ പ്രതിഷ്ഠിച്ചിരുന്ന, കുടിവെച്ചിരുന്ന ഗുരുനാഥന്മാരുടെ ലക്ഷ്യം. ആ ഗുരുനാഥന്മാര് എവിടെയോ പോയി തപസ് ചെയ്ത്, ചിലപ്പോൾ ദൂരെയൊക്കെ പോയി തപസ് ചെയ്ത് തിരിച്ചു വന്ന് തൻ്റെ ഉള്ളിൽ വളർത്തിയെടുത്ത ഈശ്വര ചൈതന്യത്തെ ദേവതാരൂപേണ കുലത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഒറ്റ സങ്കല്പമുള്ളൂ, തൻ്റെ കുടുംബത്തിനകം സന്യാസിയാവാനും മോക്ഷം കിട്ടാനും അല്ല. തൻ്റെ കുലം നിലനിൽക്കുന്ന കാലത്തോളം അവിടെ സൽസന്താനങ്ങൾ ഉണ്ടാവണം, സമ്പൽ സമൃദ്ധി ഉണ്ടാവണം. സമ്പൽ സമൃദ്ധി സമ്പത്ത് മാത്രം പോരാ, സമ്പത്ത് തുടങ്ങി എല്ലാ ഭൗതികമായ സമൃദ്ധി ഉണ്ടാവണം. ഇതിനു വേണ്ടിയിട്ടാണ് കുലദേവതയെ പ്രതിഷ്ഠിച്ചത്, കുടിവെച്ചത്, അതിനാചരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത്. അതിന്റെ സദ്ഫലം എല്ലാ കുടുംബത്തിലും ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കും ആ കുലദേവത ആചരണത്തിന് അതിന്റെ സദ്ഗുണം എല്ലാവർക്കും ലഭിച്ചിരുന്നു. അതിന്റെ കൂടെ തന്നെ ആചരിച്ചിരുന്നതാണ് സുബ്രഹ്മണ്യോപാസന. പല കുടുംബങ്ങളിലും കുലദേവതയുടെ കൂടെ സുബ്രഹ്മണ്യോപാസന ഉണ്ടായിരുന്നു. ആ സർവ്വവ്യാപിയായിരുന്നു സുബ്രഹ്മണ്യാചാരം. ഈ സുബ്രഹ്മണ്യ ആരാധന തുടങ്ങിയത് ഭാരതീയ സംസ്കാരം ആരംഭിക്കുന്ന കാലം സുബ്രഹ്മണ്യോപാസനയുണ്ട്. കാരണം നമുക്കറിയാം സുബ്രഹ്മണ്യ അവതാരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. രക്ഷയാഗത്തെ തുടർന്ന് സതീദേവി ദേഹത്യാഗം ചെയ്യുന്നു. തുടർന്ന് ക്രുദ്ധനായ ശിവൻ, സംഹാരമൂർത്തിയായ ശിവൻ, അതൊരു പുരാണ കഥയാണ്, എന്നാൽ പോലും സംഹാരമൂർത്തിയായ ശിവൻ വൈരാഗ്യമായിട്ട് നടക്കുന്നു, വൈരാഗ്യത്തിൽ നടക്കുന്നു. ആ സമയത്ത് ആസുരീയ ശക്തി വർദ്ധിച്ചു. ആ
സമയത്ത് ആസുരികമായ ശക്തി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഈശ്വരാവതാർ ഉണ്ടാകണം എന്ന് ദേവതകളോട് പ്രാർത്ഥിച്ചു. താരകാസുരൻ അദ്ദേഹം ആ താരകാസുരൻ മുഴുവൻ രാക്ഷസന്മാർ ലോകത്തെ കീഴടക്കാൻ തുടങ്ങി. രാക്ഷസീയത വർദ്ധിച്ചു. അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ഒരു പുതിയ ദേവതാ ചൈതന്യം അവതരിച്ചേ തീരൂ എന്ന് ദേവതകൾ പോലും പ്രാർത്ഥിച്ചു. അവരുടെ ആഗ്രഹത്തിനെയും ഇച്ഛാശക്തിയുടെയും ഫലമായിട്ട് ഹിമാന്റെ പുത്രിയായിട്ട്, പർവ്വതത്തിന്റെ പുത്രിയായിട്ട് പാർവതി പുനർജനിച്ചു. പാർവതി ശിവനെ തപസ് ചെയ്യുന്നു. തന്റെ ഭർത്താവായിട്ട് ശിവൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനോട് കഠിനമായി തപസ് ചെയ്യുന്നു. ആ തപശക്തിയുടെ മുമ്പിൽ, ആ തപസ്സിന്റെ മുമ്പില് ശിവൻ വഴങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ പാർവതിയെ ശിവൻ വിവാഹം കഴിക്കുന്നു. പുരാണ കഥകളാണ് ഇതൊക്കെ. സുബ്രഹ്മണ്യ കുമാര സംഭവം ഉണ്ടാവുന്നു. കുമാരൻ ജനിക്കുന്നു. ആ കുമാരൻ ദേവസേനാപതിയായി, ധാരാളം ഗുണങ്ങൾ കുമാരനുണ്ട്. ദേവസേനാപതിയാണ്, ഗുരുഗുഹനാണ്, ലോകത്തിന് മുഴുവൻ ജ്ഞാനോപദേശം നൽകിയ ശിവൻ, തന്റെ പിതാവായ ശിവന് പോലും ഓംകാര പ്രണവത്തിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്ത ആ സുബ്രഹ്മണ്യൻ ജ്ഞാനത്തിന്റെ മൂർത്തിയാണ്, തപസ്സിന്റെ മൂർത്തിയാണ്, അതേസമയം ദേവസേനാപതിയാണ്. ആണ് പ്രത്യേകത. ദേവന്മാർ സേനാപതിയാണ്. ദേവന്മാർ സൈന്യാധിപൻ നിന്നുകൊണ്ട് ത്രിപുരങ്ങളെയും കീഴടക്കിയ താരകാസുരൻ നിഗ്രഹിക്കും. ഈ ത്രിപുരങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ത്രിപുരങ്ങളുള്ളത്. ആ ത്രിപുരങ്ങളെയും അധാർമ്മികത കീഴടക്കിയ സമയത്ത് അതിനെതിരായിട്ട്, ആ അധാർമ്മികതയ്ക്കെതിരായിട്ട് ധാർമ്മിക ബോധം ജനങ്ങൾക്ക് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഗുരുവാണത് സുബ്രഹ്മണ്യൻ. ഈ ലോകത്തിലെ ആ അധാർമ്മികത നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവസേനാപതിയായിരുന്ന സുബ്രഹ്മണ്യനാണത്. അങ്ങനെ അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ നശിപ്പിക്കുന്ന ഗുരുവും സൈന്യാധിപന്റെയും ഒരേ സമയത്ത് രണ്ട് ഭാവങ്ങളുള്ള ആ ഗുരുഗുഹൻ, ആ ആരാധന ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ കാലത്തുണ്ടായിരുന്നു. ഭാരത ഹൈന്ദവ സമൂഹത്തിന്റെ ചരിത്രം, ഭാരത ചരിത്രം നോക്കിയ സമയത്ത് എത്രയോ പൗരാണിക കാലം മുതൽ സുബ്രഹ്മണ്യ ആരാധന. തമിഴ് പാരമ്പര്യം അനുസരിച്ച് ധാരാളം സിദ്ധന്മാരുണ്ടായിരുന്നു. ആ സിദ്ധന്മാർ മിക്കവാറും എല്ലാവരും ഉപാസിച്ചിരുന്ന മൂർത്തിയാണ് സുബ്രഹ്മണ്യൻ. ധാരാളം കീർത്തനങ്ങൾ തമിഴ് ഭാഷയിലുണ്ട്. ധാരാളം കീർത്തനങ്ങൾ സുബ്രഹ്മണ്യൻ, വലിയൊരു അത്യുഗ്രമായ ആധ്യാത്മിക തത്വം ഉൾക്കൊള്ളുന്ന ധാരാളം കീർത്തനങ്ങൾ സുബ്രഹ്മണ്യന് ബന്ധപ്പെട്ട് തമിഴ് ഭാഷയിലുണ്ട്. ഭാരതം മാത്രമല്ല, ഭാരതീയ സംസ്കാരത്തിന് സ്വാധീനമുള്ള കിഴക്കൻ നാടുകളിൽ, മലേഷ്യ, ഇന്തോനേഷ്യ, അത്തരം നാടുകളിൽ, സിലോണിൽ, ഇവിടൊക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഭാരതത്തിൽ മാത്രമൊന്നുമല്ല. കേരളത്തിൽ പണ്ടുകാലത്ത് കേരളം ഭരിച്ചിരുന്ന തളിയാതിരിമാര്, അവരുടെ ആ തളിയാതിരിമാരുടെ കാലത്തുണ്ടായ ശിവദ്വിജ ബ്രാഹ്മണര്, ആ ശിവദ്വിജ ബ്രാഹ്മണരുടെ മുഴുവൻ കുടുംബങ്ങളിലും സുബ്രഹ്മണ്യ ആരാധന ഉണ്ടായിരുന്നു. കേരളത്തിലെ വലിയ സുബ്രഹ്മണ്യ വിഗ്രഹങ്ങൾ, മഹാക്ഷേത്രങ്ങൾ മുഴുവൻ എത്രയോ പൗരാണിക കാലം മുതൽ, ഭാരതത്തിന്റെ ചരിത്രം, കേരളത്തിന്റെ ചരിത്രം തുടങ്ങിയ മുതലുള്ള സുബ്രഹ്മണ്യ ആരാധന കേന്ദ്രങ്ങളാണ്. മാത്രമല്ല, ആ പൗരാണിക കാലം മാത്രമല്ല, ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, കേരളത്തിൽ സാമൂഹ്യ പരിവർത്തനം സൃഷ്ടിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അയ്യാവോടികളും എല്ലാം ഉപാസിച്ചിരുന്ന സുബ്രഹ്മണ്യനെ. സുബ്രഹ്മണ്യ ആരാധനയുടെ, ബാലസുബ്രഹ്മണ്യ ഉപാസനയുടെ സിദ്ധി വരുത്തിയ മഹാപുരുഷന്മാരിന് കേരളത്തില് ആ സാമൂഹ്യ പരിവർത്തനം ഉണ്ടാക്കിയത്. ഏറ്റവും രസം, അജ്ഞതയിൽ ആണ്ടുകിടന്ന കേരളീയ ഹൈന്ദവ സമൂഹത്തില് ജാതിക്കെതിരായി, ജാതിക്ക് അതീതമായിട്ട് ബോധം വളർത്തിയെടുത്ത അയ്യാവടികളാണെങ്കിലും ശരി, ചട്ടമ്പിസ്വാമി ആണെങ്കിലും ശരി,
ശ്രീനാരായണ ഗുരുദേവനാണ് ഋഷി. ഇവർ ഉപാസിച്ചിരുന്ന ബാലാസുബ്രഹ്മണ്യ എന്ന സങ്കല്പത്തിലുള്ള ദേവതയായിരുന്നു. ബാലാമന്ത്രവും സുബ്രഹ്മണ്യ മന്ത്രവും ചേർത്തുകൊണ്ട് ഉപാസന രീതിയാണ് ബാലാസുബ്രഹ്മണ്യ മന്ത്രം എന്ന് പറയുന്നത്. ഗുരുദേവന്റെ ഷൺമുഖാഷ്ടകം തുടങ്ങിയ കീർത്തനങ്ങൾ ഒരു ഉദാഹരണമാണ്. അപ്പൊ പൗരാണിക കാലം മുതൽ കേരളത്തിന് സംസ്കാരവും സമൃദ്ധിയും പകർന്നു കൊടുത്തിട്ട കാലഘട്ടം മുതൽ ഏറ്റവും അങ്ങേ അറ്റത്ത് സാമൂഹ്യ അന്ധവിശ്വാസത്തിൽ ആണ്ടുകിടന്ന കേരളീയ ഹൈന്ദവ സമൂഹത്തിൽ അതിൽ നിന്ന് പുനരുദ്ധരിക്കാൻ വേണ്ടി പ്രചോദനം കൊടുത്ത മഹാപുരുഷന്മാരെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ബാലാസുബ്രഹ്മണ്യനായിരുന്നു. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട 6 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന തീർത്ഥാടനം നടത്തുന്ന ഭാരതീയ സ്വഭാവമായിരുന്നു. നമുക്കറിയാം 6 പട വീക്ഷണം കേട്ടിട്ടുണ്ടാവും. 6 പട പ്രധാനപ്പെട്ട 6 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. ആ 6 പട വീടുകൾക്ക് ധാരാളം പ്രാധാന്യമുണ്ട്. ആധ്യാത്മിക താന്ത്രികമായ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ മിക്കവാറും എല്ലാ കുടുംബങ്ങളും പണ്ടുകാലത്ത് ശ്രീവിദ്യോപാസനയുടെ ബാലാമന്ത്രോപാസനയൊക്കെ ഉണ്ടായിരുന്നു. ശ്രീവിദ്യോപാസന ഉണ്ടായിരുന്ന മിക്കവാറും പരമ്പരകളിൽ മുഴുവൻ സുബ്രഹ്മണ്യ ആരാധനയ്ക്ക് ശേഷമാണ് ശ്രീചക്ര പൂജ നടന്നത്, ശ്രീചക്ര ആരാധന നടന്നിരുന്നത് എന്ന് കാണാൻ കഴിയും. മാത്രമല്ല പഴനി ക്ഷേത്രം, കേരളത്തിലെ മിക്കവാറും എല്ലാവരും പഴനി പോയിരുന്നു. ജീവിതം ഒരിക്കലും പഴനി പോകാത്തവരില്ല. കാരണം ഒരു കാലഘട്ടം കേരളത്തിലെ സാധാരണ ക്ഷേത്രങ്ങളിൽ ജാതിയും ഐത്തവും ഉണ്ടായിരുന്ന കാലത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞൊരു സ്ഥലമായിരുന്നു പഴനി സുബ്രഹ്മണ്യ ക്ഷേത്രം. മാത്രമല്ല കേരളത്തിന്റെ നല്ലൊരു പ്രദേശം, നല്ല ഭാഗം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിന് ശേഷവും മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ഇത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു മാനസികമായ അകൽച്ച അത്ര നന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അകൽച്ച ഉണ്ടായിരുന്നു, രണ്ടും ഒന്ന് തന്നെയായിരുന്നു. ആ സമയത്ത് പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് ധാരാളം ആളുകൾ പഴനിക്ക് നിരന്തരമായി പോയിക്കൊണ്ടിരുന്നു. ഇടക്കാലത്ത് ശബരിമല അയ്യപ്പസ്വാമിക്ക് പ്രാധാന്യമുണ്ട്. കേരളം തമിഴ്നാടും രണ്ടായി തീർന്നു, 2 സംസ്ഥാനങ്ങളായി പരിണമിച്ചു. 50-51 കാലഘട്ടത്തിൽ ശബരിമല ക്ഷേത്രത്തിന് ചില അധർമ്മികളായ ആളുകൾ തീ കൊടുത്തു, തീപിടുത്തമുണ്ടായി. തുടർന്ന് വരുന്ന ഇലക്ഷന്, തുടർന്ന് പൊതു തിരഞ്ഞെടുപ്പില് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ആ ഇലക്ഷന് മുൻപോട്ട് വെച്ച ആശയം പോലും സുബ്രഹ്മണ്യനായിട്ട് ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ശബരിമല ക്ഷേത്രം ആരാണോ തീ കൊടുത്തത്, ആരാണോ നശിപ്പിക്കാൻ ശ്രമിച്ചത്, അവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ മുൻകൈ എടുക്കും, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്, സംസ്ഥാന പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻപോട്ട് വന്നു. അത് കേരളത്തിൽ ഹൈന്ദവ ജനത വിശ്വസിച്ചു. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ ചേർന്നിട്ട്. അതിന്റെ ഫലമായിട്ട് ഇന്നും അത് വേണ്ട പോലെ ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നു. തുടർന്ന് ദേവസ്വം ബോർഡ് വന്നു, അവർ ശബരിമല ഏറ്റെടുത്തു. ശബരിമലയ്ക്ക് വ്യാപകമായ പ്രചരണങ്ങൾ നടന്നു. ആ പ്രചരണങ്ങൾ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ എണ്ണം വർദ്ധിച്ചു. കേരളത്തിൽ 40 ദിവസം വ്രതമെടുത്ത് ചിട്ടയായി ശബരിമലയ്ക്ക് സ്വഭാവം തുടങ്ങി. തുടർന്ന് അതുവരെ ചിട്ടയായി പഴനിക്ക് പോയിരുന്ന ആളുകൾ മുഴുവൻ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് ശ്രദ്ധ തിരിയാൻ തുടങ്ങി. ആ ശ്രദ്ധ തിരിഞ്ഞതിന് ഫലമായിട്ട് പഴനിയുടെ പ്രാധാന്യം കുറഞ്ഞു. അതുവരെ പഴനി ദർശനത്തിന്, പഴനി ആണ്ടവനെ കാണാൻ വേണ്ടിയിട്ട് വ്രതമെടുത്ത് മുദ്ര ധരിച്ച് കാഷായം കൊടുത്ത് വീട് വീടാന്തരം ഭിക്ഷാടനം നടത്തിയിട്ട് പോകുന്ന സ്വഭാവം കേരളത്തെ ഗ്രാമഗ്രാമങ്ങളിൽ വ്യാപകമായിട്ട് കാണാൻ കഴിയുമായിരുന്നു. ഒരു 10-50 വർഷങ്ങൾക്ക് മുൻപ് വരെ കേരള ഗ്രാമഗ്രാമാന്തരം ധാരാളം ആളുകൾ പഴനിക്ക് പോയിരുന്നു. വെറുതെ പോകല്ലേ ചെയ്തത്, തികച്ചും ചിട്ടയായിരിക്കുന്ന ഒരു വ്രതമനുഷ്ഠിച്ച് ഒരു പഴനിക്ക് പോകുന്ന ആണ്ടിമാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭക്തന്മാരുടെ കയ്യിൽ നിന്നോ കാവി മുക്കി വാങ്ങി മുദ്ര ധരിച്ച് വീട് വീടാന്തരം ഭിക്ഷാടനം നടത്തി
തൻ്റെ അഹംഭാവം മുഴുവൻ നശിപ്പിച്ച് പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങളോട് പഴനിക്ക് പോയിരുന്നു. അതിന്റെ തപശക്തിയുടെ ഫലം കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും അനുഭവിച്ചിരുന്നു. പഴയ ക്ഷേത്രത്തെ കേന്ദ്രമാക്കി പുലിപ്പാണിയുടെ പരമ്പരയാണെന്ന് വിശ്വസിക്കുന്ന ആണ്ടിമാരും ചില കാലങ്ങളിൽ കേരളത്തിലേക്ക് ഇറങ്ങി വന്ന് ഓരോ ഗ്രാമത്തിലും പോയി ഓരോ പ്രധാനപ്പെട്ട വീടുകളിൽ പോയിട്ട് അവിടെ മുഴുവൻ ആണ്ടിയൂട്ട് എന്ന പേരിലുള്ള സുബ്രഹ്മണ്യ ആരാധന നടത്തുകയായിരുന്നു. അത് വ്യാപകമായിരുന്നു. രോഗം വന്നാൽ പഴനിക്ക് പോകാൻ പ്രാർത്ഥിച്ചിരുന്നു. ദാരിദ്ര്യം വന്നാൽ, സന്താന ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ, മാനസികമായ പിരിമുറുക്കങ്ങളോ അപസ്മാരം അതുപോലെ രോഗം വന്നു ഭരാന്തൊക്കെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, ത്വക്ക് രോഗം വന്നാൽ, ഇതിൽ നിന്ന് മുഴുവൻ മോചനത്തിനുള്ള ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളിൽ നിന്നും മോചനം വന്നാൽ പ്രാർത്ഥനയായിരുന്നു. ഞാൻ വ്രതം എടുത്തുകൊണ്ട് വീടുകൾ തെണ്ടി നടന്നുകൊണ്ട് ഭിക്ഷാടനം എടുത്തുകൊണ്ട് ഞാൻ പഴനിക്കപ്പെട്ട സുബ്രഹ്മണ്യെ കാണാം. ഷഷ്ടിവ്രതം കേരളത്തിൽ വ്യാപകമായ സ്ത്രീകൾ എടുത്തിരുന്നു. ഭർത്താവിനും മക്കൾക്കും വേണ്ടി സ്ത്രീകൾ കൃത്യമായി എടുത്തിരുന്ന ഒരു വ്രതമായിരുന്നു. ഏകാദശിയെ പോലെ പ്രധാനമുള്ള ഒരു വ്രതമായി ഷഷ്ടിവ്രതം. പഞ്ചമി ദിവസം ഒരിക്കലൂണ്, പിറ്റേ ദിവസം പകല് മുഴുവൻ ഉപവാസം, വൈകിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടുത്തെ പ്രസാദം സ്വീകരിച്ച് പാരണ വിടുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ സർവതല സ്പർശിയായ എല്ലാ കുടുംബവും എല്ലാവരെയും സ്പർശിച്ചിരുന്ന ഒരു ആരാധനാക്രമമായിരുന്നു സുബ്രഹ്മണ്യ ആരാധന. കേരളത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര കേന്ദ്രമായിട്ട് ധാരാളം കഥകളുണ്ടായിരുന്നു, ഐതിഹ്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ കേരളം മുഴുവൻ ഇന്നും തകർന്നു പോയപ്പോൾ നമുക്കറിയാം, ഒരു 10-40 വർഷങ്ങളായിട്ട് കേരളത്തിൽ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പുനരുദ്ധരിക്കപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളാണ് ഇത് കാണാൻ കഴിയും. ഇടക്കാലത്ത് വന്ന അപചയത്തിൽ തുടർന്ന് ധാരാളം ക്ഷേത്രങ്ങൾ നശിച്ചുപോയി. പക്ഷെ മിക്കവാറും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ മുഴുവൻ വീണ്ടും പുനരുദ്ധരിക്കാൻ തുടങ്ങി. 21 മാപ്പിള കലാപം നടന്ന മലബാറിൽ, ഏറനാട്ടില്. അതിനൊരു ചരിത്രത്തില് ധാരാളം സുബ്രഹ്മണ്യോപാസകന്മാർ ഗ്രാമഗ്രാമാന്തരങ്ങളില് തപസ്വിയുടെ ആളുകളെ പറ്റി അതിന്റെ പല ജീവചരിത്രകാരന്മാർ പല ചരിത്രകാരന്മാരും പരാമർശിക്കുന്നു. ആ കാലഘട്ടത്തിൽ അന്നത്തെ വിധർമ്മികളുടെ അക്രമത്തിനെതിരായിട്ട് ഉയർത്തുറച്ചു നിന്ന തപസ്വിയുടെ ആളുകളെ പറ്റി പല ചരിത്ര ഗ്രന്ഥങ്ങളിലും. അങ്ങനെ കേരളത്തിൽ സുബ്രഹ്മണ്യ ആരാധന വളരെ വ്യാപകമായിരുന്നു, സ്വാധീനിച്ചിരുന്നു. പക്ഷെ ഇടക്കാലത്ത് പ്രാധാന്യം കുറഞ്ഞു. അതിന്റെ ദോഷം എന്താണ്? പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികം എന്താ ചെയ്യാം? ജ്യോത്സ്യന്മാരെ കാണും. ജ്യോത്സ്യന്മാർ നിങ്ങൾ കുലദേവതയെ പുനരുദ്ധരിക്കണം. ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഗുരുവും കുലദേവത ഉണ്ടായിരുന്നു, അത് വേണ്ട പോലെ ആരാധിച്ചിരുന്ന നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, ശേഷി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. കൂടെ പലപ്പോഴും പറയും, മിക്കവാറും എല്ലാ കുടുംബവും പറയും രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പാരമ്പര്യം സുബ്രഹ്മണ്യോപാസകന്മാരായിരുന്നു. നിങ്ങളുടെ പൂർവികന്മാർ സുബ്രഹ്മണ്യ സിദ്ധി വരുത്തിയവരാണ്. സുബ്രഹ്മണ്യ ആരാധന ഒരു സിദ്ധി വന്ന ഒരു പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും ആരംഭിക്കണം എന്ന് ധാരാളം കുടുംബങ്ങൾ പറയുന്നു. അപ്പൊ അതിന് കൃത്യമായ പദ്ധതികളില്ല. അതുകൊണ്ട് പണ്ട് കാലത്ത് പഴനിയിൽ നിന്നും പാലക്കാട് ഭാഗത്ത് ധാരാളം സുബ്രഹ്മണ്യ ആരാധകന്മാർ, ആണ്ടിമാര് കേരളത്തിൽ ഗ്രാമാന്തരങ്ങളിൽ വന്ന് പൂജ നടത്തി കൊടുത്തിരുന്നു. പഞ്ചാമൃത ചെറിയ പൂജകൾ വളരെ ചെറുതാണ്, പക്ഷെ ധാരാളം കീർത്തനങ്ങൾ ചൊല്ലും. അവർ സുബ്രഹ്മണ്യ കീർത്തനം ധാരാളം ചൊല്ലുമായിരുന്നു. എന്നാൽ ജനങ്ങൾ ഉദ്ബോധിപ്പിക്കുമായിരുന്നു. വലിയ വലിയ ചേങ്ങല, ഒരു വലിയ വട്ടത്തിലുള്ള ഒരു ലോഹത്തിന്റെ കഷ്ണമുണ്ട്, ചേങ്ങല നമുക്ക്, അതിലടിച്ച് ഉറക്കെ ഭജന പാടി ഒരു വേല് വെച്ച് അതിലേക്ക് ഒരു കാവടി വെച്ച് അതിലേക്ക് സുബ്രഹ്മണ്യം ആരാധിക്കുന്ന മലർ പൂജ എന്നൊക്കെ പറയുന്ന ആരാധന സമ്പ്രദായം. മലരാണ് നിവേദിക്കുക, അതുകൊണ്ട് മലർ പൂജ എന്നാ പറയാം പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴവർ വരുന്നില്ല, കാരണം കാലം സമൂഹക്രമം മാറി. ആദ്യത്തെ ആളുകൾ വരുന്നില്ല, കിട്ടാനില്ല. ഇവ അത്യാവശ്യം ചില കുടുംബങ്ങൾ എവിടെ പാലക്കാട് ഭാഗത്തൊക്കെ പോയി കണ്ടുപിടിച്ച് ചില ആൾക്കാരെ കൊണ്ടുവന്നുള്ള ചെയ്യിക്കാറ് മുടങ്ങാതെ വേണ്ട സ്ഥലം. പക്ഷെ അത് വ്യാപകമായി നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് ശ്രേഷ്ഠാചാര സഭ കുലദേവത ആചരണത്തെ കൂടെ തന്നെ സുബ്രഹ്മണ്യ ഉപാസനയും ഒരു ആചരണമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിലൊന്നാമത്തെ പാഠ്യപദ്ധതിയാണ് ഇന്ന് ആരംഭിക്കുന്നത്. 5 ആഴ്ച, ഒരു 5 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച കൊണ്ട് തീർക്കാം. ഇതിൽ പ്രധാനമായ 2-3 പദ്ധതികൾ. ഒന്ന്, സാമൂഹികമായിട്ട് പ്രാഥമികമായിട്ട് എല്ലാവരും ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അത് ഈ ക്ലാസ്സിൽ കാണുന്ന, എനിക്ക് കാണുന്ന പലരും മറ്റു പല ക്ലാസ്സുകളിൽ വന്നവരാണ്. എന്നാൽ പോലും ഒരു ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ആചമനം, ഭസ്മധാരണം, പഞ്ചാക്ഷര ജപം, ഈ 3 കാര്യം സ്വാഭാവികം എടുക്കും, വ്യാപകമായിട്ട് എടുക്കും. അത് കഴിഞ്ഞ് സുബ്രഹ്മണ്യന്റെ ഒരു ജപക്രമം, ബാലാസുബ്രഹ്മണ്യ മന്ത്രമാണ് ഇതിന് ഉപദേശം കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം അതിലാണ്. അത് കഴിഞ്ഞ് എല്ലാവരും ചെയ്യാവുന്ന വളരെ ലളിതമായിരിക്കുന്ന സുബ്രഹ്മണ്യ പൂജ. ഇത്രയും പദ്ധതികളാണ് ഈ സുബ്രഹ്മണ്യ കുമാരദർശനം എന്ന് പറയുന്ന ഈ പദ്ധതി ഉൾപ്പെടുത്തുക. പിന്നെ സുബ്രഹ്മണ്യ ഗവൺമെന്റ് കീർത്തനങ്ങൾ, നമുക്ക് നിത്യേന ചൊല്ലാവുന്ന 1-2 കീർത്തനങ്ങൾ, അതുകൂടി ഉൾപ്പെടുത്തിയാണ് ഈ പാഠ്യപദ്ധതി. കൃത്യമായി എല്ലാവരും ഈ ക്ലാസ്സിൽ വേണം. അതിന്റെ മിക്കവാറും ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും. 500 രൂപയാണ് ഇതിന് നമ്മൾ എൻട്രി ഫീസ് വെച്ചിരിക്കുന്നത്. നമ്മൾ ചെലവിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈൻ ചെലവ്, ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ ചെലവ്, അതൊക്കെ മാത്രമേ ഉദ്ദേശിക്കുന്നു. അത് ചെയ്ത് സ്ഥിരമായിട്ട് ഞായറാഴ്ചകൾ, അടുത്ത വരുന്ന ഞായറാഴ്ചകളിൽ കൃത്യമായി ഇതിനൊരു സമയം മാറ്റി വെക്കുക, നേരിട്ട് കേൾക്കുക. കാരണം ഇതിന്റെ റെക്കോർഡ് വീഡിയോ ആർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. കാരണം അതുകൊണ്ട് കാര്യമില്ല. നേരിട്ട് ഗുരു പരമ്പരയിലൂടെ ഒഴുകി വരുന്ന സമയത്ത് നേരിട്ട് കേൾക്കണം. അതുകൊണ്ട് ഇതിന്റെ വീഡിയോ കേട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, ആചരിക്കാൻ വേണ്ടിയിട്ട്, ആചരിക്കാൻ വേണ്ടി പഠിക്കുന്നത്, ഈ ക്ലാസ് നടത്തുന്നത്, അത് അറിയാൻ വേണ്ടി ആരും ഇവിടെ വരണ്ട, ആചരിക്കാൻ വേണ്ടി വന്നാൽ മതി. ഇതെന്താണ് നടക്കുന്നത് എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വയം ജീവിതം അനുസരിക്കാൻ തയ്യാറുള്ളവർ ശ്രേഷ്ഠാചാര്യൻ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പൊ 178 പേരിന്ന് 170 പേര് ഇന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ആചരിക്കുക. കുറച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ കേരളീയ ഹൈന്ദവ സമൂഹത്തിൽ വ്യാപകമായിട്ട് സുബ്രഹ്മണ്യാരാധന പറഞ്ഞു കൊടുക്കാൻ പോലും നിങ്ങൾ കഴിയുന്ന രീതിയിൽ ഉയരണം ഉദ്ദേശിക്കുക. മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ, മറ്റുള്ളവർ പഠിപ്പിക്കാവുന്ന രീതിയിൽ ഉയരണം. അതിന് മന്ത്രസിദ്ധി വരുത്തണം, കൃത്യമായ സാധന ചെയ്യണം. അതാണ് ശ്രേഷ്ഠാചാര്യ ഉദ്ദേശിക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിലെ ആ സുബ്രഹ്മണ്യാരാധന ഗുരുദേവൻ ചട്ടമ്പിസ്വാമി, അയ്യാവടികളും വൈകുണ്ഠസ്വാമികളും ചെയ്തിരിക്കുന്ന ഒരു പാതയിലൂടെ മാത്രമല്ല, മലബാറെ സംബന്ധിച്ച രാമാനന്ദ സ്വാമി, മലബാറിലെ ഒരു കാലഘട്ടത്തിൽ സാമൂഹികമായിട്ട് നേതൃത്വം കൊടുത്ത രാമാനന്ദ സ്വാമി, അന്ധനായിരിക്കും രാമാനന്ദ സ്വാമി. അദ്ദേഹം സുബ്രഹ്മണ്യ ആരാധന അവിടെ അദ്ദേഹത്തിന് ഗുരുവായിട്ട്, അദ്ദേഹത്തിന് ഈ സുബ്രഹ്മണ്യ രാമാനന്ദാശ്രമങ്ങൾ മുഴുവൻ ഗുരുസ്ഥാനം സുബ്രഹ്മണ്യാണ് പൂജിച്ചിരുന്നത്. അപ്പൊ സുബ്രഹ്മണ്യ ആരാധന കേരളം മുഴുവൻ വ്യാപകമായിരുന്നു. അത് നഷ്ടപ്പെട്ടതിന്റെ അതിന് അപചയം വന്ന ദുരനുഭവം സമൂഹത്തിലുണ്ട്. അത് മാറിയിട്ട് എല്ലാവരും സുബ്രഹ്മണ്യ പുനരാരംഭിച്ച് രോഗമില്ലാത്ത, അജ്ഞാനമില്ലാത്ത, അനവത്യതയില്ലാത്ത ഒരു കേരളീയ ഹൈന്ദവ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പങ്കുവഹിക്കാം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക്, ആമുഖ ക്ലാസ്സിൽ പ്രവേശിക്കാൻ പോവാണ്. സഭ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. സംശയത്തിന്റെ അവസാനം ചോദിക്കാം. ആചമനം, ഭസ്മധാരണം, പഞ്ചാക്ഷരം, ഇതാണ് സാധാരണ ആമുഖമായിട്ട് എല്ലാ ക്ലാസ്സും ശ്രേഷ്ഠത ചെയ്തു അനുവർത്തിച്ചു. അപ്പൊ നമുക്ക് ആദ്യം ഭസ്മധാരണം, ആചമനം അടുത്ത ആഴ്ച എടുക്കാം. ഭസ്മധാരണം, പഞ്ചാക്ഷരം, ഇതിനോട് ആരംഭിക്കാം. ഇതിന്റെ PDF ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്നോ നാളെയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഭസ്മം ധരിക്കാൻ നിർബന്ധമാണ്. അപ്പോൾ സ്വാഭാവിക ഇടത് കയ്യിൽ ഭസ്മം എടുക്കാം, വലത് കയ്യിൽ വെള്ളം എടുത്ത് മോതിരം കൊണ്ട് വിളിക്കുക, കുഴയ്ക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന് ജപിക്കുക. ശിരസ്സിൽ ഓം ഈശാനായ നമ എന്ന് ഭസ്മം ധരിക്കും. വീണ്ടും കുഴച്ച് നെറ്റിയിൽ ഓം തത്പുരുഷായ നമ, തിരിച്ചും ഓം തത്പുരുഷായ നമ. നെഞ്ചിൽ ഓം അഘോരേഭ്യോ നമ, ഓം അഘോരേഭ്യോ നമ.
ഓം അഘോരേഭ്യോ നമ. ഓം അഘോരേഭ്യോ നമ. വീണ്ടും കുഴയ്ക്കാം. ഓം നമ ശിവായ. ഇടത് കൈയിൽ ഓം വാമദേവായ നമ. വലത് കൈയിൽ ഓം സദ്യോജാതായ നമ. പിന്നെ വയറിൽ ഓം നമ ശിവായ. നാഭിയിൽ ഓം നമ ശിവായ. പുറകിൽ ഓം നമ ശിവായ. പാർശ്വങ്ങളിൽ ഓം നമ ശിവായ. പാദങ്ങളിൽ ഓം നമ ശിവായ. കൈമുട്ടുകളിൽ ഓം നമ ശിവായ. മണിബന്ധങ്ങളിൽ ഓം നമ ശിവായ. ഇനിയാണ് ഭസ്മം ധരിക്കേണ്ടത്. ഭസ്മധാരണത്തിന് 5 മന്ത്രങ്ങളാണുള്ളത്. ഈശാനായ നമ, തത്പുരുഷായ നമ, അഘോരേഭ്യോ നമ, വാമദേവായ നമ, സദ്യോജാതായ. പിന്നെ എല്ലാ സ്ഥലത്തും എല്ലാ സന്ധികളിലും ഓം നമ ശിവായ. ഈ മന്ത്രങ്ങളെ കൊണ്ടാണ് ഭസ്മം ധരിക്കുക. പല രീതിയിൽ ഭസ്മധാരണ രീതിയുണ്ട്. നാം സ്വീകരിച്ചിരിക്കുന്ന ലളിതമായ ഒരു മാർഗ ഒരു രീതിയാണ് ഈ മന്ത്രങ്ങളെ കൊണ്ടുള്ള 5 ശിവന്റെ 5 മന്ത്രങ്ങൾ പ്ലസ് ഓം നമ ശിവായ, പഞ്ചാക്ഷരം. ഇതുകൊണ്ട് ഭസ്മം തൊടുന്ന സമ്പ്രദായം. ഇതിന്റെ വീഡിയോയും PDF നിങ്ങൾക്ക് കിട്ടും. ഭസ്മധാരണത്തിന്റെ വീഡിയോ ഉണ്ട്, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യും. നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. ഇവിടെ 5 പേരുകളാണുള്ളത്. എന്തൊക്കെയാ പേരുകൾ? ഓം ഈശാനായ നമ. ശിരസിൽ ഓം ഈശാനായ നമ. പിന്നെ നെറ്റിയിൽ ഓം തത്പുരുഷായ നമ. നെഞ്ചിൽ ഓം അഘോരേഭ്യോ നമ. ഇടത് കൈയിൽ വാമദേവായ നമ. വലത് സദ്യോജാതായ നമ. പിന്നെ കൈമുട്ടുകളിൽ, മണിബന്ധങ്ങളിൽ, വയറിൽ, നാഭിയിൽ, പുറകിൽ, പാർശ്വങ്ങളിൽ, പാദങ്ങളിൽ, ഇത്രയും സ്ഥലത്ത് ഓം നമ ശിവായ. എന്താണ് ഈ തത്പുരുഷായ നമ, ഈശാന മന്ത്രാർത്ഥം? നമുക്കറിയാം, ഇവിടെ തന്ത്രത്തിലെ ശിവൻ എന്ന് പറയുന്ന ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് ശിവൻ. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഈശ്വരൻ എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചാൽ 2 ഉത്തരമുണ്ട്. ഒന്ന്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ എന്നാണ് അർത്ഥം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പിന്നെയും ചോദിക്കുക, എവിടെ ഈശ്വരൻ ഉള്ളത്? എന്നോട് ചോദിക്കും. എന്റെ ഉള്ളിലാണുള്ളത്. മനസ്സിലായല്ലോ? എന്റെ ഉള്ളിലാണ് ഈശ്വരൻ ഉള്ളത്. അപ്പൊ തന്ത്രത്തിലെ ശിവൻ എന്ന് പറയുന്ന ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരൻ എന്റെ ഉള്ളിലുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഹിന്ദുവിന്റെ ആധ്യാത്മിക സാധനയുടെ ആത്യന്തികമായിട്ട് അനുഭവിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയാണല്ലോ. ഞാൻ തന്നെയാണ് ഈശ്വരൻ. അപ്പൊ അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ ദേവതാ ചൈതന്യമുണ്ട്. അതിന് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈശ്വരൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവസദാശിവം. ദേഹോ ദേവാലയ പ്രോക്തോ, ഈ ശരീരം ദേവാലയമാണ്, ദേഹം ദേവാലയമാണ്. ജീവോ ദേവസദാശിവ, അതിന് ജീവനാവട്ടെ, അത് ജീവചൈതന്യം എന്ന് പറയുന്നത് സദാശിവൻ തന്നെയാണ് എന്നാണ് തന്ത്രത്തിന് അടിസ്ഥാനം. അപ്പൊ നമ്മുടെ ശരീരം വളരെ പവിത്രമാണ്, ക്ഷേത്രത്തെ പോലെ പവിത്രമാണ്. ഞാൻ ശിവൻ തന്നെയാണ്. ശിവന് 5 മുഖങ്ങളുണ്ട്. പഞ്ചവക്ത്രനാണ് ശിവൻ. 5 മുഖം. മനസ്സിലായല്ലോ? ആ 5 മുഖങ്ങളുടെ പേരുകളാണ് ഈശാനായ നമ, തത്പുരുഷായ നമ, അഘോരേഭ്യോ നമ, വാമദേവായ നമ, സദ്യോജാതായ. ശിവൻ 5 ഭാഗത്തേക്ക്, 4 ഭാഗത്തേക്ക്, മുകളിലേക്കും ഓരോ മുഖങ്ങളുണ്ട്. ഇതിൽ ഓരോ പേരുണ്ട്. മുകളിലേക്കുള്ള മുഖത്തിന്റെ പേരാണ് ഈശാനൻ. പിന്നീട് 4 ദിക്കിലേക്കുള്ള പേരാണ് തത്പുരുഷായ നമ, അഘോരേഭ്യോ നമ, വാമദേവായ നമ, സദ്യോജാതായ. ഈ 5 പേരുകളെ കൊണ്ടാണ് നാം ഭസ്മം ധരിക്കുന്നത്. ഭസ്മം ശിവനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. എപ്പോഴും നമ്മൾ ഭസ്മം ധരിക്കുമ്പോൾ ത്രിപുണ്ഡ്രകമായിട്ട്, സാധകന്മാർ ഭസ്മം ധരിക്കുമ്പോൾ ത്രിപുണ്ഡ്രകമായിട്ട് ധരിക്കണം. 3 വിരലുകൊണ്ട് 3 വരയായിട്ട് ധരിക്കണം സാധകന്മാർ. സ്വാഭാവിക സംശയം ഉണ്ടാവും. സ്ത്രീകളോ എന്ന് സംശയം ഉണ്ടാവും. ഇവിടെ സ്ത്രീ ഭാരതീയ ആധ്യാത്മികതയിൽ തന്ത്രത്തിലാണെങ്കിലും വൈദികമായ സമ്പ്രദായത്തിലാണെങ്കിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമൊന്നുമില്ല. സാധകന്മാർ മാത്രമേ നമുക്കുള്ളിലുള്ളൂ. ഇവിടെ സാധകൻ എങ്ങനെ ഭസ്മം ധരിക്കാം? നനച്ച് ത്രിപുണ്ഡ്രകമായിട്ട് ധരിക്കണം. മന്ത്രം ജപിച്ചുകൊണ്ട് ധരിക്കണം.
കാരണം ഭസ്മധാരണം ഒരു സ്നാനമാണ്, ശുദ്ധീകരണ പ്രക്രിയയാണ് ഭസ്മധാരണം എന്ന് പറയുന്നത്. നാം സാധാരണ കുളിക്കും, ജലം കൊണ്ട് സ്നാനം ചെയ്യും. ജലം കൊണ്ട് രണ്ടു തരത്തിൽ സ്നാനം ചെയ്യാം. ഒന്ന് മുങ്ങി കുളിക്കാം, ഒന്ന് അഭിഷേകം ചെയ്യാം. അവഭൃത സ്നാനമുണ്ട്, അഭിഷേകവുമുണ്ട്. കുളത്തിലൊക്കെ പോയിട്ട് മുങ്ങി കുളിക്കുന്ന അവഭൃത സ്നാനമാണ്. നാം കുളിമുറിയിൽ കപ്പൽ വെള്ളം എടുത്ത് ഒഴിച്ചു കുളിക്കുന്നത് അഭിഷേകമാണ്. രണ്ടു തരത്തിൽ. ശുദ്ധിയാവാൻ കുളിക്കണം. ഒരു സാധകൻ ശുദ്ധിയാവാൻ കുളിച്ചാൽ മാത്രം പോരാ, മന്ത്രസ്നാനം ചെയ്യണം. അതിന് ആചമനം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിന്റെ ഭാഗമാണ് ആചമനം. സാധാരണക്കാരിൽ നിന്ന് നമ്മളെല്ലാവരും സാധകന്മാരെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. അപ്പൊ സാധകൻ എന്തൊക്കെ അനുഷ്ഠിക്കണം, മിനിമം എന്തൊക്കെ അനുഷ്ഠിക്കണം, അതൊക്കെ ഇവിടെ പഠിപ്പിക്കും. അപ്പൊ മന്ത്രസ്നാനം ചെയ്യണം, അതിന് ആചമനം പഠിപ്പിക്കും, അടുത്ത ആഴ്ച പഠിപ്പിക്കും. പിന്നെ ആഗ്നേയ സ്നാനം വേണം. ഈ പ്രപഞ്ചത്തിൽ ഏത് വസ്തുവും അഗ്നിയോട് കടത്തിവിട്ടാൽ ശുദ്ധമാകും. ഒടുവിൽ ലഭിക്കുന്ന ഭസ്മമാണ്. അഗ്നിയോട് എന്ത് കടത്തിവിട്ടാലും ലഭിക്കുന്ന ഭസ്മമാണ്. ഏത് വസ്തുവും ശുദ്ധിയാക്കാൻ ഏറ്റവും നല്ലത് ജലം കൊണ്ട് ശുദ്ധീകരിക്കാം, മന്ത്രം കൊണ്ട് ശുദ്ധീകരിക്കാം, അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കാം. അപ്പൊ ഭസ്മധാരണം എന്ന് പറയുന്നത് ഒരു ആഗ്നേയ സ്നാനമാണ്. സാധകൻ ആഗ്നേയ സ്നാനം നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇടത് കയ്യിൽ ഭസ്മം എടുക്കുക, വലത് കയ്യിൽ വെള്ളം എടുത്താലേക്ക് ഒഴിക്കുക, എന്നിട്ട് കുഴയ്ക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ. ശിരസിൽ തൊട്ടുകൊണ്ട് പറയാം. എന്നെ ശ്രമിച്ചു, കാണാൻ ശ്രമിച്ചു. ചെറുതും ഓം ഈശാനായ നമ എന്ന് പറയും. വീണ്ടും കുഴയ്ക്കുക. ഈ 3 വിരലെടുത്ത് നെറ്റിയിൽ ഓം തത്പുരുഷായ നമ, തിരിച്ചും തത്പുരുഷായ നമ. അതേപോലെ നെഞ്ചിൽ കുഴച്ച് 3 വിരലുകൊണ്ട് നെഞ്ചിൽ ഇടത് വലത്തോട്ട് ഓം അഘോരേഭ്യോ നമ, തിരിച്ചും ഓം അഘോരേഭ്യോ നമ. ഇടത് കയ്യിൽ ഓം വാമദേവായ നമ, വലത് കൈ ഓം സദ്യോജാതായ നമ. അപ്പൊ 5 മന്ത്രങ്ങളായി. പിന്നെ കൈമുട്ടുകളിൽ ഓം നമ ശിവായ, ഓം നമ ശിവായ. മണിബന്ധങ്ങളിൽ ഓം നമ ശിവായ, ഓം നമ ശിവായ. വയറിൽ ഓം നമ ശിവായ, നാഭിയിൽ ഓം നമ ശിവായ, പുറകിൽ ഓം നമ ശിവായ, പാർശ്വങ്ങളിൽ നെഞ്ചിന്റെ 2 ഭാഗത്ത് പാർശ്വങ്ങളിൽ വാരി ഭാഗത്ത് ഓം നമ ശിവായ, പാദങ്ങളിൽ ഓം നമ ശിവായ. അത് പഠിക്കാൻ എളുപ്പമാണ്. ഇതിന്റെ വീഡിയോ ഷെയർ ചെയ്യും, പിന്നെ PDF ഷെയർ ചെയ്യും. എല്ലാവരും നാളെ രാവിലെ ചെയ്യണം, കേട്ടല്ലോ. സാധന ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പൊ സാധന ഭാഗമായിട്ട് കുളി കഴിഞ്ഞാൽ എല്ലാവരും ഭസ്മധാരണം വേണം, നിർബന്ധമാണ്. ഭസ്മം ധരിച്ച ശേഷം നമശിവായ ജപിക്കണം. ഇന്ന് തുടക്കത്തിൽ നാമം ജപിക്കാതിരിക്കാൻ കാരണം നമുക്ക് ഉപദേശമായിട്ട് തരേണ്ടത് കൊണ്ടാണ് ഇന്ന് ആദ്യം ചെയ്യുക. എല്ലാ ക്ലാസ്സും തുടങ്ങുന്നത് നാമം ജപിച്ചുകൊണ്ടാണ്, ഗുരുവിനെ സ്മരിച്ചുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഉപദേശം തരേണ്ടത് കൊണ്ട് രാവിലെ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ അതുകൂടെ ഭസ്മധാരണം പഞ്ചാക്ഷര ജപം നിർബന്ധമാണ്. അതുകൂടെ സിമ്പിൾ ആയിട്ട് മാർഗം പറയാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഋഷിചന്തോ ദേവ സ്മരിച്ച് നമശിവായ ജപിക്കാം. അപ്പൊ ഭസ്മധാരണം കഴിഞ്ഞിട്ട് എല്ലാവരും നമശിവായ മന്ത്രം ജപിക്കണം. ശിരസിൽ തൊട്ടുകൊണ്ട് വാമദേവ ഋഷി മേച്ചുണ്ടിൽ പങ്ക്തിച്ഛന്തം 5 പേരുടെ ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത എന്ന് പറയാം. ഉപദേശ രൂപേണ പറയാം. നിങ്ങൾ എല്ലാവരും കേട്ടോളൂ, വലത് ചെവി കേൾക്കാൻ ശ്രമിക്കൂ. ആദ്യമായി കേൾക്കുന്നവര് ഓം നമ ശിവായ, 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 ഓം നമ ശിവായ എന്ന് ജപിക്കാം. നാം സാധാരണ നിർദ്ദേശിക്കാറ് ഒരു ദിവസം 1008 പ്രാവശ്യമെങ്കിലും നമശിവായ ജപിക്കാനുള്ളതാണ്. മറ്റു ഉപാസനയൊന്നും ഇല്ലെങ്കിൽ പ്രാരംഭമായിട്ട് ചെയ്യുന്നത് 1008 നമശിവായ ജപിക്കാം ചുരുങ്ങി. എന്നിട്ട് ഒരു 10 പ്രാവശ്യം അതിന്റെ ഗായത്രി ആ ദേവതാഗായത്രി ജീവിതം അതുകൂടെ ചൊല്ലി പറഞ്ഞുതരാം. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാത്. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി
തന്നോ രുദ്രപ്രചോദയാ തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദനം. ഒരു 10 പ്രാവശ്യം. അപ്പൊ നമശിവായ കഴിയുന്നതും 1008 പ്രാവശ്യം ജപിക്കാം. നിങ്ങളുടെ ജീവിത സാഹചര്യം എനിക്ക് അറിയില്ല, നമ്മൾ നേരിട്ടാരും കാണുന്നില്ല, അതനുസരിച്ച് നിങ്ങൾ ക്രമീകരിച്ചോളൂ. പക്ഷെ 1000 ജപിക്കാൻ ശ്രമിക്കും, നല്ലതാണ്. സാധന മുൻപോട്ട് പോകാൻ, തടസ്സമില്ലാതെ മുൻപോട്ട് പോകാൻ പഞ്ചാക്ഷരം നല്ലതാണ്. അപ്പൊ ഒരു 1008 പ്രാവശ്യം. ഒരു നേരം പറ്റിയില്ലെങ്കിൽ ഒറ്റ നേരവും 1000 സമയം 2 നേരം ചെയ്തോളൂ. എപ്പോഴും ജപിച്ചു കഴിഞ്ഞാൽ 10 പ്രാവശ്യം അതിന്റെ ദേവതാ ഗായത്രി തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദനം എന്ന് ജപിക്കണം നിർബന്ധമായി. ജപം കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് പോലെ വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവ രുദ്രോ ദേവത എന്ന് പറയാം. എന്തിനാണ് പഞ്ചാക്ഷരം? പാപം നശിക്കാൻ പഞ്ചാക്ഷരം എത്തുന്നുണ്ട്. കാരണം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, അന്ധകരണം 4 ഭാഗമുണ്ട്. ചിത്തശുദ്ധി ഉണ്ടാവണം. സാധന ഏറ്റവും പ്രധാനം ചിത്തശുദ്ധിയാണ്. കാരണം എന്താ? ശുദ്ധി, അശുദ്ധി എന്ന പാപമാണ്. നമ്മുടെ പൂർവികന്മാരും നമ്മളും, എൻ്റെ 7 തലമുറ മുമ്പുള്ളവർ ഞാനും ചെയ്ത പാപപുണ്യങ്ങൾ കർമ്മങ്ങളുടെ ഫലമാണ് നാം അനുഭവിക്കുന്ന, ഇപ്പോൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും ഒക്കെ കാരണം. നാം സുഖവും ദുഃഖവും അനുഭവിക്കുന്ന രണ്ടിനും കാരണം എന്താ? നമ്മളും നമ്മുടെ പൂർവികന്മാരും ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് നാം ദുഃഖം അനുഭവിക്കും. അവർ ചെയ്ത പുണ്യത്തിന്റെ ഫലം നാം സുഖം അനുഭവിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ രണ്ടും ഉണ്ട്, സുഖമുണ്ട് ദുഃഖവും രണ്ടും ഒരേപോലെ ഉണ്ടല്ലോ. അപ്പോഴെന്താ കാരണം? പാപം ചെയ്തതിന്റെ ഫലമായിട്ട് ദുഃഖം അനുഭവിക്കാം. പൂർവജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായത്തെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആയുർവേദ സിദ്ധാന്തമാണത്. രോഗം വരുന്നത് പൂർവജന്മ പാപം കൊണ്ടാണ്. ഇവിടെ രോഗം എന്ന് പറയുന്നത് ശാരീരികമായ രോഗം മാത്രമല്ല, മാനസിക രോഗം മാത്രമല്ല, ദാരിദ്ര്യവും ദുഃഖവും എല്ലാം പൂർവജന്മാർജിതം പാപം. അവ പൂർവജന്മാർ ചില പുണ്യത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്ന സുഖാണ്. അവ സാധാരണ നമുക്ക് തോന്നും കുറെ പാപം ചെയ്തു, കുറെ പുണ്യം ചെയ്താൽ അത് പരിഹരിച്ചു പോയില്ല. കർമ്മഫലം അനുഭവിക്കണം എന്ന് ഹിന്ദുമത സിദ്ധാന്തമാണ്. പാപം ചെയ്താൽ അതിന്റെ ഫലമായിട്ട് ദുഃഖവും, പുണ്യം ചെയ്താൽ അതിന്റെ ഫലം സുഖവും അനുഭവിക്കാം. പിന്നെ എങ്ങനെയാ പാപം തീരാ? പാപം തീരാൻ തപോഭിക്ഷീണ പാപാണ്, തപസ്സു കൊണ്ടാണ് പാപം തീരുക. അപ്പോഴും മനുഷ്യൻ ദുഃഖം ഉണ്ടാവുന്ന കാരണം മനുഷ്യന്റെ ബോധതലത്തിൽ സൂക്ഷ്മ ശരീരത്തിലാണ് പാപം ലയിച്ചിരിക്കുന്നത്. സഞ്ചിതമായിരുന്ന പാപപുണ്യങ്ങൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണുള്ളത്. ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ 3 ശരീരമുണ്ട്. സ്ഥൂല ശരീരം, നാം കാണുന്ന മജ്ജ മുതൽ ത്വക്ക് വരേണ്ട ശരീരം. അവിടെ പ്രവർത്തിക്കണമെങ്കിൽ അത് ജീവൻ ഉണ്ടാവണം, എന്ത് വേണം? ഊർജം വേണം. ഒരു പ്രാണശരീരമുണ്ട്. ആ പ്രാണശരീരത്തെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പക്ഷെ അനുഭവിക്കാൻ കഴിയുന്നതാണ് സൂക്ഷ്മ ശരീരം. കാരണം ഒരാൾ മരിക്കുന്നു വിചാരിക്കാം, എന്താ പോകുന്നത്? പ്രാണൻ പോകുന്നു. ശരീരം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ പ്രാണൻ പോകുന്നു. അപ്പൊ ആ പ്രാണൻ ഉണ്ടെങ്കിലേ ഇവിടെ ജീവനുള്ളൂ. നാം പ്രവർത്തിക്കുന്ന ഊർജം, ഒരു മനുഷ്യന്റെ പ്രവർത്തന ഊർജം എന്ന് പറയുന്നത് പ്രാണശക്തിയാണ്. ആ പ്രാണശക്തി നാഡികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നാഡികളുടെ അടിസ്ഥാനം. ഒരു മനുഷ്യൻ ആദ്യം ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട നാഡിയാണ് ആദ്യം ഉണ്ടാവും. സുഷുമ്നാ നാഡിയാണ് ആദ്യം ഉണ്ടാവുന്നത്. ഗർഭപാത്രത്തിൽ ആദ്യത്തെ ഒരു ബീജം ഉണ്ടാകുന്നു, തുടർന്ന് വാലുണ്ടാവും, മിട്ടിലിന്റെ വാല് പോലെ, കവളക്കുഞ്ഞിന്റെ വാല് പോലെ. അത് സുഷുമ്നാ നാഡിയാണ്. അതിൽ നിന്നാണ് ശരീരം വികസിച്ച് വരുന്നത്. ആ സുഷുമ്നയുടെ ഉള്ളിലൂടെയാണ് ഊർജം സഞ്ചരിക്കുന്നത്. അത് വികസിച്ച് ശരീരം വ്യാപിക്കുകയാണ്. പിന്നീട് ശരീരം വളരും തോറും അത് വ്യാപിക്കുന്നു. അപ്പോൾ ശരീരം ആദ്യം ഉണ്ടാകുന്ന സൂക്ഷ്മ ശരീരമാണ്. ഈ പ്രാണശക്തിയാണ് ആദ്യം പ്രവർത്തിക്കുന്നത്. അതിലാണ് സഞ്ചിതമായിരുന്ന പാപപുണ്യങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ബോധമണ്ഡലം സ്വാധീനിക്കും. ചിത്തം എന്ന ശുദ്ധമായ ബോധമാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം.
ചിത്തശുദ്ധി ഉണ്ടാവണം. ചിത്തശുദ്ധി ഉണ്ടാവാൻ 2-3 വഴികളുണ്ട്. പൂർവികന്മാരായ ആള് ഋഷീഷ് 2-3 പദ്ധതി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരങ്ങളിലൂടെ അഷ്ടാംഗ യോഗത്തിലൂടെ ശുദ്ധി ഉണ്ടാവാം. അതിന് ഗുരുനാഥൻ അടുത്തിരുന്ന് തപസ് ചെയ്യണം, സാധന ചെയ്യണം. ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അനുയോജ്യമല്ല. പിന്നെ ഗുരുവിന്റെ കൂടെ ജീവിക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ പാപം പുറത്തേക്ക് വരുന്ന സമയത്ത് ഗുരുവിന്റെ ശിക്ഷണത്തിലൂടെ മാറ്റി കിട്ടും. ഇത് രണ്ടും പ്രായോഗികം. നല്ല ഗുരുനാഥന്മാരെ കിട്ടാനില്ല, ശിഷ്യന്മാർക്ക് അതിന് സമയവുമില്ല. അപ്പൊ കലിയുഗത്തിൽ എളുപ്പ വഴി എന്താ? പഞ്ചാക്ഷര ജപത്തിലൂടെ ചിത്തശുദ്ധി ഉണ്ടാവും. അപ്പൊ പാപം തീരാൻ തപസ് ചെയ്യണം. പഞ്ചാക്ഷരത്തിലൂടെ ചിത്തശുദ്ധി ഉണ്ടാവും. അപ്പൊ കലിയുഗത്തിൽ പാപം നശിക്കാൻ ചെയ്യാൻ ഏറ്റവും വലിയ തപസ് എന്താണ്? പഞ്ചാക്ഷര ജപമാണ്. അക്ഷരലക്ഷം ജപിച്ച് സിദ്ധി വരുത്തണം. ശരിക്കും 6 ലക്ഷമാണ് പഞ്ചാക്ഷരം ജപിക്കേണ്ടത്. അതിന് പുരസ്കാര ക്രമമൊക്കെ ഉണ്ട്. അത് പിന്നീട് സാധന ചെയ്ത് മുമ്പോട്ട് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഏറ്റവും സാധാരണക്കാരന് ചിത്തശുദ്ധി ഉണ്ടാവാൻ, പാപം തീരാൻ ഏറ്റവും ലഘുവായി ചെയ്യാവുന്ന കാര്യമാണ് പഞ്ചാക്ഷര ജപം. എന്തുകൊണ്ട് സുബ്രഹ്മണ്യോപാസനയ്ക്ക് മുമ്പ് ചെയ്യാൻ പറയുന്നു? കാരണം സുബ്രഹ്മണ്യ ദേവതാരാധനയാണ്. ആ ദേവതാരാധന ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ബോധതലത്തിന് വികാസം ഉണ്ടാകുന്ന സമയത്ത് അശുദ്ധമായിരിക്കണം. ഇല്ലെങ്കിലോ നമ്മുടെ ബോധത്തിൽ 2 അനുകൂലവും പ്രതിലോമമായ ചൈതന്യത്തിൽ ഒന്നിച്ച് പുറത്തു വരും. ആദ്യം മുൻപോട്ട് വരെ പ്രതിലോമമായ നെഗറ്റീവായിട്ട് നമ്മളൊരു ചൈതന്യങ്ങളാണ്, നമുക്ക് ദോഷമുണ്ടാക്കും. അതുകൊണ്ട് ശുദ്ധമാവാൻ ശ്രമിക്കണം. ആ ശുദ്ധിയാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം പഞ്ചാക്ഷര ജപമാണ്. അതുകൊണ്ട് എല്ലാവരും ഭസ്മധാരണം, പഞ്ചാക്ഷര ജപം കൃത്യമായിട്ട് ചെയ്യും. ശുദ്ധിക്ക് വേണ്ടിയിട്ട് ആഗ്നേയസ്ഥാനം ചെയ്യാം. ബോധതലത്തിലെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് പഞ്ചാക്ഷരം ജപിക്കാം. ഈ 2 കാര്യം നിർബന്ധങ്ങൾ ചെയ്യാം. തൽക്കാലം മിനിമം ഒരു 1000 ജപിക്കാം. പറ്റുമെങ്കിൽ കൂടുതൽ ജപിക്കാം. ഒരു 6 ലക്ഷം പഞ്ചാക്ഷരം ജപിച്ച് തീർക്കാൻ ശ്രമിക്കാം. ഒരു 5-6 മാസം എടുത്തിട്ട് ദിവസം 2000-3000 ഒക്കെ ജപിച്ചാൽ നമുക്ക് ഒരു 5-6 മാസം കൊണ്ട് 6 ലക്ഷം ജപിച്ചെടുക്കാൻ കഴിയും. സമയമുള്ളവര് അതിന് ഉറപ്പുള്ളവരെ ചെയ്യാം. അല്ലാത്തവര് ഇപ്പോൾ തൽക്കാലം പഞ്ചാക്ഷരം 1008 നിത്യേന ജപിക്കാം. പുരസ്ചരണ വഴി പദ്ധതിയുണ്ട്. ചാന്ദ്രായണം എന്ന് പറയുന്ന കറുത്ത പക്ഷം മുതൽ അല്ലെങ്കിൽ വെളുത്ത പക്ഷം ആരംഭിക്കുന്ന നിത്യേന ക്രമം കൂട്ടിക്കൊണ്ടുവരുന്ന പുരസ്ചരണ ക്രമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് വിശദീകരിക്കാം. അങ്ങനെ ക്രമമുണ്ട്. അതെങ്കിലും ചെയ്യാം, അത് ചെയ്യാം ഒന്നിക്കും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പഞ്ചാക്ഷരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനാക്രമം കൃത്യമായിട്ട് ചെയ്യാം. ലളിതമായ ഒരു ക്രമമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാവരും ചെയ്യണം. മുൻപോട്ട് പോകാനുള്ള പാഠ്യപദ്ധതിയിൽ ഉറച്ചു നിൽക്കാനും അതിന് ഫലം ലഭിക്കാനും വേണ്ടിയുള്ള ഒരു ഉപാധിയാണ്, ഒരു യോഗ്യത നേടാനുള്ള വഴിയാണ് ഭസ്മധാരണം, പഞ്ചാക്ഷര ജപം എന്ന് പറഞ്ഞ 2 സ്ഥാനം നിർബന്ധങ്ങളെല്ലാം ചെയ്യാം. ഇത് 2ന്റെയും വീഡിയോ ഷെയർ ചെയ്യും. എല്ലാവരും ഇത് വീഡിയോ കാണാം. അതിന്റെ PDF കിട്ടും. 2 ഷെയർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി ചെയ്തോ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത ആഴ്ച ആചമനം കൂടി എടുത്ത ശേഷം നേരിട്ട് മന്ത്രോപദേശയിൽ പ്രവേശിക്കാം. നേരിട്ട് സുബ്രഹ്മണ്യ മന്ത്ര സാധനയിലേക്ക്. അപ്പോൾ ആ സമയത്ത് സുബ്രഹ്മണ്യ മന്ത്ര സാധന ചെയ്യുന്ന സമയത്ത് അംഗന്യാസം, കരന്യാസം, ധ്യാനശ്ലോകം, പ്രാധാന്യം, ഋഷിഛന്തോദേവ പഠനം ഇതൊക്കെ നമുക്ക് വിശദീകരിക്കും. ഏത് മന്ത്രത്തിനും ഋഷി ഛന്ദസ് ദേവത. ആ മന്ത്രം ആദ്യമായിട്ട് ദർശിച്ച മഹർഷിയാണ് മന്ത്രദ്രഷ്ടാവ് എന്ന് പറയുന്നത്. ഏത് മന്ത്രത്തിനും ഒരു ദ്രഷ്ടാവുണ്ടാവും, അതിൻ്റെ ഋഷി. വേണമെങ്കിൽ മന്ത്രത്തിനെ ഗുരുനാഥൻ എന്ന് സങ്കല്പിക്കാം. ഗുരുവിനെ സ്മരിക്കുന്ന ശിരസ്സാണല്ലോ. സഹസ്രാര പത്മത്തിന് മുകളിലുള്ള 12 ദളങ്ങളുള്ള പത്മത്തിലാണ് ഗുരുവിനെ സ്മരിക്കുന്നത്. അതുകൊണ്ട് ആ ദേവതയുടെ ഋഷിയെ സ്മരിക്കുമ്പോൾ ശിരസ്സാണ് തുടയേണ്ടത്. അപ്പൊ ഇവിടെ പഞ്ചാക്ഷരത്തിന്റെ ഋഷി വാമദേവ ഋഷി. വാമദേവൻ എന്ന മഹർഷിയാണ് ഈ പഞ്ചാക്ഷരം ആദ്യമായി കണ്ടത്. ജ്യേഷ്ഠാവിന്റെ കണ്ടാവും. എങ്ങനെ കണ്ടു എന്ന് പറയുന്നത് അയാൾ സൃഷ്ടിച്ചതല്ല. രസം, മന്ത്രം സൃഷ്ടിച്ചതല്ല ഋഷി, മന്ത്രം കണ്ട ആളാണ്. എന്താ കണ്ടത്? ഈ പ്രപഞ്ചം ഉണ്ടായത് സ്ഫോടത്തെ തുടർന്നാണെന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. ആധുനിക ശാസ്ത്രം പറയുന്നത് പോലെ തന്നെ, ബിഗ് ബാങ് തിയറിയെ പോലെ തന്നെ തന്ത്രശാസ്ത്രം പറയുന്നു സ്ഫോടത്തെ തുടർന്ന് പ്രപഞ്ചം ഉണ്ടായത്. ആ സ്ഫോടത്തിന് മുൻപേ ശുദ്ധമായ ഒരു ചൈതന്യം ഉണ്ടായിരുന്നു. അതിനെയാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. തന്ത്രത്തിൽ അതിന് ശിവൻ എന്നാണ് പറയുന്നത്.
അവിടെയാണ് സ്ഫോടനം ഉണ്ടായത്. ആധുനിക ശാസ്ത്രം സ്ഫോടനം ഉണ്ടായ ശൂന്യത്തിലാണെന്ന് പറയുന്നു, ഇനേർട്ടാണെന്ന് പറയുന്നു. പക്ഷെ ഭാരത ഋഷീശ്വരന്മാർ പറഞ്ഞു ശൂന്യത്തിനൊന്നും ഉണ്ടാവില്ല, അതിന് ശൂന്യമല്ല, അവിടെ കേവലം ശുദ്ധമായ ചൈതന്യം ഉണ്ടായിരുന്നു. ആ ചൈതന്യത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. സാന്ദ്രാനന്ദാവബോധാത്മകമെന്ന് നാരായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ അവബോധം സാന്ദ്രീകൃതമായിട്ട് അതാണ് പ്രപഞ്ചമായി പരിണമിച്ചത്. ആ അവബോധം, ആ ശുദ്ധമായ ബോധം, അതിന് ശിവൻ എന്നാണ് പറയുന്നത്. അവിടെയാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടത്തെ തുടർന്ന് പഞ്ചീകരിക്കപ്പെടുന്നു ഈ പ്രപഞ്ചം. ആ ഈശ്വര ചൈതന്യം പഞ്ചീകരിക്കപ്പെടുന്നു. ഈശ്വര ചൈതന്യം സ്വയം പരിണമിച്ചുണ്ടാകുന്ന പ്രപഞ്ചം അത് പഞ്ചീകരിക്കപ്പെടുന്നു, ഘനീഭൂതമായി മാറുന്നു. അതുകൊണ്ടാണ് ഇതിന് പ്രഹർഷേണ പഞ്ചീകരിക്കപ്പെട്ടതുകൊണ്ടാണ്, അത് ഘനീഭൂതമായതുകൊണ്ടാണ് ഇതിന് പ്രപഞ്ചം എന്നുള്ള പേരുണ്ടായത്. അങ്ങനെ ഘനീഭൂതമാകുമ്പോൾ 5 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ 5 അവസ്ഥ കടന്നുപോയിട്ട് ആ ഈശ്വരൻ സ്വയമേവ പരിണമിച്ചുള്ളതാണ് പ്രപഞ്ചം. അങ്ങനെ പരിണമിച്ച ഈ പ്രപഞ്ചത്തില് ആ സ്ഫോടത്തിന്റെ തുറന്നാണ് പഞ്ചീകരിക്കപ്പെട്ടത്. സ്ഫോടനം ശബ്ദമാണ്. അപ്പൊ ആദ്യമുള്ള ശബ്ദബ്രഹ്മമാണ്. അത് ശബ്ദബ്രഹ്മം എന്നാണ് പറയുന്നത്. പ്രപഞ്ചം ആദ്യം ഒരു സ്ഫോടത്തിൽ ശബ്ദം ഉണ്ടായി. ശബ്ദബ്രഹ്മമാണ് പരിണമിച്ച് ദൃശ്യപ്രപഞ്ചമായിട്ട് പരിണമിക്കുന്നത്. അപ്പൊ ആ ശബ്ദത്തെ ഋഷീശ്വരന്മാർ വർഗീകരിച്ചു. 51 ശബ്ദങ്ങളായിട്ട് വേർതിരിച്ച് അറിഞ്ഞുള്ളത്. ശിവന്റെ ഉടുക്കിൽ നിന്നാണ് ഇത് വന്നതെന്ന് വെച്ചാൽ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഥകളും അതേസമയം ശാസ്ത്രീയമായ അടിത്തറയിൽ വേണം ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. എന്തായാലും ആ ശബ്ദം നേരത്തെ ഉണ്ട്. മന്ത്രം എന്ന് പറയുന്ന ശബ്ദസ്പന്ദനങ്ങളാണ്. ഈ ശബ്ദസ്പന്ദനം എവിടുന്നാ വന്നത്? സ്ഫോടത്തെ പരിണമിച്ചുണ്ടായതാണ് ഈ മന്ത്രസ്പന്ദനങ്ങൾ. മന്ത്രം ശബ്ദമാണ്. ശബ്ദത്തിനാണ് മന്ത്രം എന്ന് പറയാം. നാ ഒരു ശബ്ദമാണ്, മാ വേറെ ശബ്ദമാണ്. അപ്പൊ ഈ ശബ്ദസ്പന്ദനം മൂലം എവിടെയാണ്? സ്ഫോടത്തിന് സമയത്തുണ്ടായ ശബ്ദമാണത്. അതിൽ നിന്ന് ആ ശബ്ദം പരിണമിച്ച് പലതായി തീർന്നു. മനസ്സിലായി? അങ്ങനെ പലതായി തീർന്ന സമയത്ത് അതിനകത്ത് വ്യത്യസ്ത ശബ്ദങ്ങളെ കൂട്ടിച്ചേർത്താൽ ഇന്ന ഗുണം ഉണ്ടാകും എന്ന് ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു. ആണ് ദ്രഷ്ടാവ്, കണ്ടവരാണ്. അപ്പൊ അത് നാ മാ ശിവ ഈ 5 അക്ഷരങ്ങൾ ചേർന്നാൽ അത് വേണ്ട പോലെ കൂട്ടിച്ചേർത്താൽ ഇന്ന ഗുണം ലഭിക്കും എന്ന് അവർ കണ്ടുപിടിച്ചു. ആദ്യമായി പ്രപഞ്ചത്തിന് അത് കൂട്ടിച്ചേർത്ത വ്യക്തിത്വത്തെയാണ് ഋഷി എന്ന് പറയുന്നത്. ഓരോ മന്ത്രത്തിനും ഓരോ ഋഷിയുണ്ട്. ഗണപതി മന്ത്രത്തിന്റെ ഋഷി ഗണകനാണ്, ഗണക ഋഷി. വിഷ്ണുവിന്റെ അഷ്ടാക്ഷര മന്ത്രത്തിന്റെ ഋഷി സത്യനാരായണനാണ്. ഗായത്രിയുടെ ഋഷി ഗാധിനായ വിശ്വാമിത്രനാണ്. വിശ്വാമിത്ര ഋഷി. ഇങ്ങനെ ഓരോ മന്ത്രത്തിനും ഒരു ഋഷിയുണ്ട്. അവർ കണ്ടുപിടിച്ചത് എന്താണ്? ആ ശബ്ദങ്ങൾ വേണ്ട രീതിയിൽ കോർത്ത് വെച്ചാൽ നമുക്ക് ഈ വ്യത്യസ്ത ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് കണ്ടുപിടിച്ചു. ഓരോ ദേവതയ്ക്ക് ഓരോ ഗുണമുണ്ട്. നമുക്കറിയാം, സരസ്വതിക്ക് ഗുണമുണ്ട്, ലക്ഷ്മിക്ക് ഗുണമുണ്ട്, ഗണപതിക്ക് വേറൊരു ഗുണമുണ്ട്. ഓരോ ദേവതയ്ക്കും വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. ആ മന്ത്രസാധനയിലൂടെ ആ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു ഇന്ന ശബ്ദങ്ങൾ ചേർത്ത് വെച്ചാൽ ഇന്ന ഗുണം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു. ഇതാണ് ദേവതാനുഗ്രഹം എന്ന് പറയുന്നത്. ആ ഗുണം നമ്മൾ വർദ്ധിക്കുന്നു. ഇത് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഋഷി. അപ്പൊ അയാളൊന്ന് സ്മരിക്കണ്ടേ? നന്ദി വേണ്ടേ? ഇന്ന് ഏറ്റവും കുറവ് നന്ദിയാണ്. അപ്പൊ നന്ദി വേണ്ടേ? ആ ഋഷിയോട് നന്ദി വേണ്ടേ? നമ്മൾ ശിരസിലാണ് ഋഷിയെ സ്മരിക്കുന്നത്. ഓരോ മന്ത്രത്തിനും ഓരോ താളമുണ്ട്. പ്രപഞ്ചത്തിന്റെ താളവുമായി അനുരണനം ചെയ്തു പോകുന്ന ഒരു താളമുണ്ട്. അതാണ് അതിന്റെ ഛന്ദസ് എന്ന് പറയുന്നത്. ശബ്ദം വരുന്ന ഉള്ളിൽ നിന്നാണല്ലോ. അപ്പൊ ഛന്ദസ് മേച്ചുണ്ട് ഇവിടെയാണ് തൊടേണ്ടത്. ശബ്ദം ഉത്ഭവിക്കുന്നവരെ അവിടെ തൊടണം. ഇവിടെ തൊടാൻ പറ്റില്ലല്ലോ. മേച്ചുള്ളിൽ തൊടും. എന്താ പറയും? പങ്ക്തിച്ഛന്ദ. ചില മന്ത്രങ്ങൾക്ക് ഗായത്രി ഛന്ദ, ചില അനുഷ്ഠുപ് ഛന്ദ, ചിലത് അതിജഗതി ഛന്ദ. ഇങ്ങനെ പല പല ഛന്ദസ്സുകളുണ്ട്. മേൽച്ചുള്ളിൽ തൊട്ടുകൊണ്ട് അതിന്റെ ശബ്ദസ്പന്ദനത്തെ സൂചിപ്പിക്കുന്ന, മാത്രകളെ സൂചിപ്പിക്കുന്ന ഛന്ദസ്സിനെ മേൽച്ചുള്ളിൽ തൊട്ട് പറയും പങ്ക്തിച്ഛന്ദ. ഒരു ദേവതയുണ്ട്. ആ ദേവതയുടെ ഹൃദയത്തിൽ സ്മരിക്കുന്നു. ഇവിടെ സദാശിവ രുദ്രോ ദേവത, വാമദേവ ഋഷി, പങ്ക്തിച്ഛന്ദ,
സദാശിവ രുദ്രോ ദേവത. തുടർന്ന് അങ്കന്യാസം കരന്യാസം ചെയ്യണം. പക്ഷെ ലഘുവായിട്ട് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഞ്ചാക്ഷരം പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തുടർന്ന് നേരെ നിവർന്നിരുന്ന് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന് ജപിക്കും. ഭസ്മം ധരിക്കുക, ജപിക്കുക. എല്ലാവരും ചെയ്യണം. അഭിമാനപൂർവ്വം ഭസ്മം നെറ്റിയിൽ തൊട്ട് നടക്കാനുള്ള അഭിമാനം ഹിന്ദുവിന് ഉണ്ടാകണം. നമ്മുടെ ഒരു മതപരമായ ചിഹ്നമാണത്, ആചരണത്തിൽ ചിഹ്നമാണ്. സാധാരണക്കാരനും സാധകനും നമ്മൾ വ്യത്യാസം വരികയാണ്. ഇന്ന് മുതൽ തുടങ്ങുകയാണ്. നമ്മൾ സാധന ചെയ്യാത്തവരോട് പറയാം, ആദ്യം ഒരു സാധന ചെയ്യുന്നെങ്കിൽ ഈ കേൾക്കുന്ന നിമിഷം വരെ നിങ്ങൾ സാധാരണക്കാരാണ്. പക്ഷെ ഇപ്പോൾ മുതൽ നിങ്ങൾ ഗുരു പരമ്പരയുടെ ഭാഗമായിട്ടുള്ള സാധകനായിട്ട് മാറും. സാധകന്റെ പ്രത്യേകത എന്താണ്? ത്രിപുണ്ഡ്രകമായിട്ട് ഭസ്മം ധരിച്ചു നടക്കുന്ന അഭിമാനം, നെഞ്ചുയർത്തി നട്ടൽ ഉയർത്തി എന്നൊക്കെ അഭിമാനം നമുക്ക് വേണം. ഭസ്മം ധരിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാം. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെയാണ് ആരാധിക്കുന്നത്. പുറമെയുള്ള ദേവതയല്ല, ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ദേവത എന്ന് പറയുന്ന ഗുണമാണ്. തൻ്റെ ഉള്ളിൽ ആ ഗുണം വർദ്ധിച്ചു വരണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ശരീരത്തെ പാകപ്പെടുത്താം. ഈ ശരീരം ദേവാലയമാണെന്ന് ബോധ്യം ഉണ്ടാവണം. ദേഹമോ ദേവാലയ പ്രോക്തോ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യാഭിധീയ എന്നൊക്കെ പറയുന്നത് ഈ ശരീരം പവിത്രമാണ്. ലോകത്തിലെ താന്ത്രിക ദൃഷ്ടി ഏറ്റവും പവിത്രമായ നമ്മുടെ ശരീരം തന്നെയാണ്. കാരണം വേദാന്തികളൊക്കെ പറയും ഇത് വളരെ ശുഷ്കമാണ് ഈ ശരീരം, ഇത് മലമൂത്ര സഞ്ചയം എന്നൊക്കെ പറയും. പക്ഷെ താന്ത്രികന്മാർ പറയുന്നു ഈശ്വരൻ എൻ്റെ ഉള്ളിലുണ്ട്. എവിടെയാണ് ഈശ്വരീയത? പവിത്രമാണ് ഈ ശരീരം. വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം വളരെ പവിത്രമാണ്. ഇവിടെ നിന്നുകൊണ്ട് വേണം എനിക്ക് ഈശ്വര സാധന അനുഷ്ഠിക്കാൻ. ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവും. ജീവിതത്തിന് ആത്മാവിനെ ആത്യന്തികമായ ലക്ഷ്യം നേടിയെടുക്കാൻ ഇവിടെ നിന്നുകൊണ്ട് കഴിയണം. ഈ ശരീരം പവിത്രമായിരിക്കണം. എനിക്ക് തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകിട്ടും ഈ ശരീരത്തെ പവിത്രമാക്കി വെക്കാൻ ലഘുവായ പദ്ധതിയാണ് ഭസ്മധാരണവും പഞ്ചാക്ഷര ജപവും. നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യാം. നാളെ രാവിലെ മുതൽ ഇത് അനുവർത്തിക്കാം. അടുത്ത ആഴ്ച മുതലുള്ള സുബ്രഹ്മണ്യ ഉപാസനയ്ക്ക് വേണ്ടി യോഗ്യത നേടാൻ ഇത് രണ്ടും കൃത്യമായിട്ട് ചെയ്യും. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവരും നേരെ നിവർന്നിരിക്കാം. ചോദ്യം ചോദിക്കാം, അവസാനം ചോദിക്കാം. ഈ നാമം ജപിച്ചു ചോദിക്കാൻ അവസരമുണ്ട്. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും നിവർന്നിരിക്കുക. ഈ അധ്യയനം നമുക്ക് നമ്മുടെ കുടുംബത്തിന് മുഴുവൻ ഹിന്ദു സമൂഹത്തിന് ഉപയോഗപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓം
പ്രാർത്ഥിക്കാം. ഈ അധ്യയനം നമുക്ക് നമ്മുടെ കുടുംബത്തിന് മുഴുവൻ ഹിന്ദു സമൂഹത്തിന് ഉപയോഗപ്രദമാവട്ടെ. ശരി, അത്യാവശ്യം സംശയം ചോദിക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ സമയം ശ്യാമൊന്നും ഏർപ്പാട് ചെയ്യാം കേട്ടോ. നമസ്കാരം. അവസരം കിട്ടും, ഹാൻഡ് റൈസ് ചെയ്യാൻ ചോദിക്കാം. സംശയങ്ങളുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. സൂം വിൻഡോയിൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ചോദിക്കാം. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഉറക്കെ പരിശ്രമം പറഞ്ഞ് കേൾക്കുന്നില്ല. ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ പോയിട്ട് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. സച്ചിൻ ചോദിച്ചോളൂ. ശരി, മോഹൻ ദിവാകർ ചോദിക്കും. ഹരി ഓം, നമസ്തേ. ആരാ ചോദിക്കുന്നത്? അഞ്ജലിയാണ്, അഞ്ജലി. ശരി. ഈ വാമദേവ ഋഷി പങ്ക്തിച്ചന്ത പറഞ്ഞല്ലോ, അതില് വാമദേവ ഋഷി മനസ്സിലായി ഗുരുവിനെ സ്മരിച്ചിട്ടാണ് നമ്മൾ ശിരസിൽ കൈവെക്കുന്നത്. പങ്ക്തിച്ചന്ത എന്ന് പറയുമ്പോൾ നമ്മളെ മേൽചുണ്ടിന്റെ മേലിൽ എന്തിനാണ് ഇത് വെക്കുന്നതെന്ന് എനിക്കൊരു സംശയം. എന്തിനാന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഹൃദയത്തിലെ മനസ്സിൽ ഉദ്ദേശിച്ച് ദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് സദാശിവ രുദ്രോ ദേവത, അത് മനസ്സിലായി. നടുക്കത്തത് എന്തിനാന്ന് മനസ്സിലായില്ല. ഈ മന്ത്രം ശബ്ദമാണ്. ആ ശബ്ദം എന്ന് പറയുന്നത് എല്ലാ മന്ത്രത്തിൽ താളമുണ്ട്. അത് പ്രപഞ്ചത്തിന്റെ താളമുണ്ട്. അതുമായിട്ട് അനുരണനം ചെയ്യുന്ന ഒരു ഛന്ദസ് എന്ന് പറയുന്നത്. ശബ്ദം വരുന്ന എവിടുന്ന? വൈഖരി എന്ന ശബ്ദം വരുന്നത്. ശബ്ദം 4 ഭാഗമുണ്ട്. അതിനത് വൈഖരിയായിട്ട് പുറത്തേക്ക് വരുന്നു. അത് തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. തൊണ്ടയിൽ പേര് തൊടണം, പക്ഷെ അത് തൊടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അയരുടേല് വരിക. അതുകൊണ്ട് നാവ് തൊടാൻ പറ്റില്ല. നാവ് തൊട്ടാൽ കയ്യിൽ എച്ചിലാവും, കഴുകണം. മേൽച്ചുണ്ടി തൊടുന്നു എന്നാണ് സങ്കല്പം. മനസ്സിലായി. അതുപോലെ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവണേ ഇത് പൂർത്തീകരിക്കാനായിട്ട്. അത് ഗുരു പരമ്പര, എന്റെ അല്ല, ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവും ഉറപ്പാണ് കേട്ടോ. ഞാനല്ല ഗുരു എന്ന് പറയുന്നത് മുൻപിൽ കാണുന്ന ഒരു വ്യക്തിയല്ല. ഒരു സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോതമാണ്. ഒരു ഗുരു പരമ്പരയാണ് ഗുരു എന്ന് സങ്കല്പിക്കുന്നത്. ശിവൻ മുതൽ തന്റെ ഗുരുനാഥൻ വരെ നീണ്ടൊരു പാരമ്പര്യമുണ്ട്. ആ പരമ്പരയില് സിദ്ധന്മാരും ദേവഭാവത്തിൽ ഉയർന്നവരും മനുഷ്യരും ധാരാളം ആൾക്കാരുണ്ട് കേട്ടല്ലോ. അവര് മുഴുവൻ തപസ് ചെയ്തു. അവരുടെ തപശക്തിയുടെ പരമ്പരയിലേക്ക് നമ്മൾ അങ്ങോട്ട് ചേരുകയാണ് ചെയ്യുന്നത് കേട്ടല്ലോ. മനസ്സിലായി. അപ്പോ സ്വന്തം മുൻപുള്ള ഗുരു എന്ന് പറയുന്നത് ഒരു പ്ലഗ് പോയിന്റ് പോലെയാണ്. പ്ലഗ് പോയിന്റ് കറണ്ട് എവിടെ നിന്നാണ് വരുന്നത്? പവർ ഹൗസ് എന്നാണ്, ഇല്ലേ? അപ്പൊ മുൻപിൽ നിങ്ങൾക്കൊരു പ്ലഗ് ഉണ്ട് ഇവിടെ. അവൻ നിങ്ങൾ മുൻപിൽ കാണുന്ന ഗുരു. പക്ഷെ അവന്റെ ചൈതന്യം, പരമ്പരയുടെ ചൈതന്യം നമുക്ക് ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ നമുക്ക് ക്ലാസ് വരാനും ഈ ക്ലാസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് പോലും ഗുരു പരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാണ്. അതിനു മുൻപ് നമ്മൾ നമസ്കരിക്കാം. അതെ, വിശ്വേട്ടോ, നമസ്കാരം. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ള ഇതേ ഉള്ളു. നേരത്തെ ഞാൻ നമശിവയുടെ പൂർണ്ണ രൂപം വിശ്വേട്ടൻ തന്നിട്ടുണ്ട്. അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതിയല്ലോ. അത് മതി. ഇത് ലഘുവായിട്ട് പറയുന്നു, മാറ്റി കൊടുക്കുമ്പോ ഇപ്പൊ തർക്കം ലഘുവായിട്ട് പറയുന്നുണ്ട് കേട്ടോ, തുടങ്ങാൻ വേണ്ടി. ശരി. നമസ്കാരം. പിന്നെ ബബിത ഉണ്ടല്ലോ. നമസ്കാരം. എവിടെയാ സ്ഥലം? എവിടെയാ ബബിയുടെ സ്ഥലം? എവിടെയാ? ബോംബെയിലാണ്. ഞാൻ കുറച്ച് നാളായിട്ട്, ഒരു 2-3 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ സംശയം വെച്ചാൽ ഞാനിപ്പോ ഓൾറെഡി വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം കൃത്യമായി ജപിച്ചു പോരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് ചില സമയത്ത് ഇപ്പൊ 1008 പ്രാവശ്യമൊക്കെ പഞ്ചാക്ഷരി മന്ത്രം പറയാൻ പറ്റാതെ വന്നു കഴിഞ്ഞാല് അപ്പൊ അത് എങ്ങനെയാണ് സാർ അത് പറയുന്നത്? ഹൗ ക്യാൻ വി മാനേജ് ദാറ്റ്? നിങ്ങൾ രാവിലെയോ വൈകിട്ടോ സ്വസ്ഥമായിരിക്കുമ്പോൾ ജപിക്കും കേട്ടോ.
അത് നിങ്ങൾ ജീവിത സാഹചര്യം, ഞാൻ പറഞ്ഞു, ജീവിത സാഹചര്യം ക്രമപ്പെടുത്തും കേട്ടോ. യാത്ര ചെയ്യുമ്പോഴോ, അത് തീരെ പറ്റില്ല, യാത്ര ചെയ്യുമ്പോഴോ കഴിയുന്ന ഇരുന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കൂ. അല്ലെ നിങ്ങൾ ജീവിത സാഹചര്യം ചിട്ടപ്പെടുത്തും കേട്ടോ. അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ കേട്ടോ. ജപിക്കണം, നിർബന്ധമായിട്ട് ഒരു ദിവസം 1000 ജപിക്കണം. കാരണം സാധനം മുൻപോട്ട് പോകേണ്ട ആവശ്യമായതുകൊണ്ടാണ് കേട്ടോ. ജോലി ഉണ്ടെന്നാണോ പറഞ്ഞത് ബൈതയ്ക്ക്? അതെ അതെ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ജോലി? ബാങ്കിലാണ്, റിസർവ് ബാങ്കിലെ. ഞാൻ റിസർവ് ബാങ്കിലാണ്. ജോലിയുടെ തിരക്കുണ്ടാവും. അതനുസരിച്ച് യാത്രയിൽ എപ്പോഴും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കേട്ടോ. ജോലി മുടക്കരുത്. നമ്മൾ ഗൃഹസ്ഥന്മാരാണ്, ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണത്. സന്യാസിമാർക്ക് ബ്രഹ്മചാരിക്ക് വേണ്ടിയിട്ടല്ല. ജീവിത പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ടാവും, അതിന്റെ കൂടെ ഇതും കൂടി ചെയ്യും. ശരി സുധീഷ്, എവിടെ സ്ഥലം എവിടെയാ? പറവൂരാ. വ്രതശുദ്ധിയും നോയമ്പും അത് എങ്ങനെയാ എടുക്കേണ്ടത്? ആ ഞായറാഴ്ച മാത്രമാണോ അല്ലെങ്കിൽ ഇത് ഗൃഹസ്ഥന്മാർക്കുള്ള ക്ലാസ്സാണ്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കോ കേട്ടല്ലോ. ഇതെല്ലാവർക്കും വേണ്ടിയില്ല. അത് നിങ്ങൾ ജീവിത സാഹചര്യം അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക എന്ത് വ്രതം നിങ്ങൾക്ക് ശുദ്ധി കിട്ടാൻ എന്ത് വ്രതം വേണം നിങ്ങൾ തീരുമാനിക്കും കേട്ടോ. അത് ഓരോരുത്തരും വിട്ടു തരികയാണ്. കാരണം ഇത് ഒരു ഒന്നിച്ചിരിക്കുന്ന ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ക്ലാസ് അല്ലാത്തത് കൊണ്ട്, ഓൺലൈൻ ആയതുകൊണ്ട് താല്പര്യമുള്ളവരാണ് നിങ്ങൾ വന്നത്. പിന്നെ ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സ്വാഭാവികം കഴിയും, കുറച്ച് കഴിയട്ടെ, സാധന തുടങ്ങട്ടെ. അപ്പൊ ഈശ്വരൻ തന്നെ നമുക്കൊരു മാർഗനിർദ്ദേശം തരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം ചെയ്യും. ശരി. പിന്നെ ആരാണ്? സച്ചിൻ എന്ന് ചോദിക്കുക. സച്ചിൻ ചോദിച്ചാണ്. സച്ചിനല്ല, ഞാൻ തന്നെ, അഞ്ജലിയാണ്. മോന്റെ പേരാ സച്ചിൻ. ഞാന് നമ്മള് സാറ് പറഞ്ഞല്ലോ ഈ 1008 പഞ്ചാക്ഷരം ഇപ്പൊ ചോദിച്ചല്ലോ ഡൗട്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോഴെല്ലാം നമ്മൾ ഈ ഇങ്ങനെ പണ്ഡിച്ചന്തയും വാമദേവ ഋഷിയും എല്ലാം നമ്മൾ ചെയ്യണം ഓരോ പ്രാവശ്യവും. ഇതാ അത് വേണം. മന്ത്രം കൃത്യമായിട്ട് ജപിക്കും. വെറുതെ ജപിക്കാം. അതേ അല്ലെങ്കിൽ നമ്മൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് ശരിക്കും ഋഷി ചന്തോ ദേവത തുടക്കത്തിനും ആദ്യവും അവസാനവും വേണം കേട്ടോ. ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴും ചെയ്തോളാം. യാത്ര ചെയ്യും മനസ്സിൽ ചെയ്താൽ മതി. യാത്ര ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് പറയൂ കേട്ടോ. ശരി ശരി ശരി. പിന്നെ രഞ്ജിത്ത് ചോദിച്ചോളൂ, സംശയങ്ങളുണ്ടെങ്കിൽ. ചാറ്റ് ബോക്സ് നോക്കൂ. ഇല്ല, അത്രേ ഉള്ളൂ ചേട്ടാ. അത്രേ ഉള്ളൂ. ശരി, അപ്പോൾ ബാക്കി ചോദിക്കാം. ഇത് കഴിഞ്ഞ് ഒരു കാര്യം, നാളെ രാവിലെ മുതൽ ഒരു ഉച്ച വരെ തുറന്നു വെക്കും. ആർക്ക് ചോദിക്കാൻ ഗ്രൂപ്പിൽ ചോദിക്കട്ടെ. ശരി, മെയിൻ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി വെക്കാം. രണ്ട് ഗ്രൂപ്പും, മറ്റേ എൻട്രി ഗ്രൂപ്പും ഈ കുമാരദർശനം 2 ഗ്രൂപ്പും തുറന്നു വയ്ക്കും. നമ്മൾ രാവിലെ ഉച്ച വരെ തുറന്നു വയ്ക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഷെയർ ചെയ്യാം, ഉത്തരം പറയാം കേട്ടോ. ശരി, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഞായറാഴ്ച കൃത്യ സമയത്ത് ഇതുപോലെ കാണാം. ശരി.